ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. നമ്മൾ ചെയിൻ സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ലെങ്ത് അളക്കാനായിട്ട് നമുക്ക് ഏതെല്ലാം ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാം? ചെയിൻ യൂസ് ചെയ്യാം, ടേപ്പ് യൂസ് ചെയ്യാം. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയിൻസും ടേപ്സും ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതേ ചെയിനും ടേപ്പും വെച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്? ലെങ്തുകൾ അളക്കുവാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഗ്രൗണ്ടിലേക്ക് നമ്മൾ ലെങ്ത് അളക്കാനായിട്ട് പോവുക. ഉദാഹരണത്തിന് ഗ്രൗണ്ടിൽ AB എന്ന് പറയുന്ന ലെങ്താണ് എനിക്ക് അളക്കാനുള്ളത്. ഇത് അളക്കാനായിട്ട് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേപ്പ് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയിനും പഠിച്ചു. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അളക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് ഞാൻ അളക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ശരി. ഞാൻ ഗ്രൗണ്ടിൽ മീറ്റ് ചെയ്ത ഒരു ഇൻസിഡൻറ്റ് ഇതാണ്. അവിടെ ചെന്നപ്പോൾ 2 പോയിന്റ്സ് ഉണ്ട്. A എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, B എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇത് പ്ലാനാണ്, പ്ലാൻ വ്യൂ. ഓക്കെ, ഇവ തമ്മിൽ നല്ല ദൂരമുണ്ട്, നല്ല ദൂരം. ഏകദേശം ഒരു 250 മീറ്റർ ഉണ്ട്. എക്കും ബിക്കും ഇടയിൽ എത്രയുണ്ട്? 250 മീറ്റർ ഉണ്ട്. 250 മീറ്റർ. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെ ലാബിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് 30 മീറ്ററുള്ള മെട്രിക് ചെയിനാണ്. എന്താണ് 30 മീറ്ററുള്ള മെട്രിക് ചെയിൻ? എൻ്റെ കയ്യിലുള്ള ഒരു ചെയിൻ എന്ന് പറയുന്നത് 30 മീറ്ററുള്ള മെട്രിക് ചെയിനാണ്. മെട്രിക് ചെയിൻ നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് ചെയിനൊക്കെ പഠിച്ചു. അതിൽ ഞാൻ എടുത്തിട്ട് പോയത് ഏതാണ്? 30 മീറ്ററുള്ള ചെയിനാണ്. 30 മീറ്ററുള്ള ചെയിൻ. നോക്കിയേ, ഈ A തൊട്ട് B വരെയുള്ള നീളം എത്ര? 250 മീറ്റർ. എൻ്റെ കയ്യിലുള്ള ചെയിൻ എത്ര? 30 മീറ്റർ. ഈ ഒരു ചെയിൻ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് സ്ട്രെച്ച് ചെയ്താൽ എനിക്ക് മാക്സിമം അളക്കാൻ പറ്റുന്ന അളവ് എത്രയാണ്? 30 മീറ്റർ ആണ്, അല്ലേ? പക്ഷേ ഈ 250 മീറ്ററിലെ ഇവിടെ, അതുകൊണ്ട് എനിക്ക് 30 മീറ്ററിൻ്റെ ചെയിനെ പലതവണ എടുത്ത് അളക്കേണ്ടി വരും. നോക്കിയേ, നമ്മുടെ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു വരയൊന്നും വരച്ചിട്ടിട്ടുണ്ടാവില്ല, അല്ലേ? നമുക്ക് ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും മാത്രമേ അറിയത്തുണ്ടാവൂ. A എന്ന് പറയുന്ന പോയിന്റും B എന്ന് പറയുന്ന പോയിന്റും മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റൂ? അറിയത്തുള്ളൂ. ഓക്കെ, ആരും ഇങ്ങനെ അവിടെ ഒരു വരയൊന്നും വരച്ചിട്ടിട്ടില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നത്? എൻ്റെ ചെയിൻ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ സ്ട്രെച്ച് ചെയ്യാൻ പോവുക. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. എന്താ, ഈ വരയിൽ കൂടിയാണ് ഞാൻ 30 മീറ്റർ സ്ട്രെച്ച് ചെയ്യാനുള്ളത്. പക്ഷേ എന്താ പ്രശ്നം? ഇത് ഇങ്ങനെ ആവാം, ചിലപ്പോൾ എൻ്റെ ചെയിൻ ഒന്ന് മാറിയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടിരിക്കാം. എവിടെ വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? നോക്കി, നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരു പോയിന്റ് 250 മീറ്റർ അപ്പുറമുള്ളൊരു പോയിന്റിലേക്ക് സ്ട്രൈറ്റ് ലൈൻ പിടിച്ച് വേണം നമ്മൾ ചെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ, AB എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ എൻ്റെ ചെയിൻ അലൈൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഈ AB എന്ന് പറയുന്ന വരയെ ഈ 250 മീറ്റർ നീളമുള്ള വരയെ ചെറിയ പോർഷനുകളാക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു 100 മീറ്റർ, ഇവിടെ 100 മീറ്റർ മാറിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിന്റെ പ്രത്യേകത എന്താ? AB എന്ന് പറയുന്ന വരയിൽ അതേ വരയിലാണ്. AB എന്ന് പറയുന്ന അതേ വരയിൽ ഞാൻ എന്ത് ചെയ്തു? C എന്ന് പറയുന്ന ഒരു പോയിന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ നീളം കുറഞ്ഞിട്ടില്ലേ? ഇപ്പോഴും 30 മീറ്റർ ചെയിൻ കൊണ്ട് എനിക്ക് അളക്കാൻ പറ്റില്ല. പകരം ഞാൻ എന്ത് ചെയ്തു? C എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് A തൊട്ട് C വരെ ഞാനൊരു ഒരു കയറ് വലിച്ചു കെട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒറ്റ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു കയറിന് ഞാനിങ്ങനെ വലിച്ചു കെട്ടി. ഓക്കെ, ഒരു കയറിന് ഞാൻ അവിടെ വലിച്ചു കെട്ടി. അതുപോലെ C തൊട്ട് B വരെയും ഞാൻ ഒരു കയറിനെ വലിച്ചു കെട്ടി. അങ്ങനെ 2 കയർ. 250 മീറ്ററിൽ എനിക്ക് ഒറ്റ കയറ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 100 മീറ്ററിൽ ഒരു കുറ്റി അടിച്ചുകൊണ്ട് 2 കയർ ഇങ്ങനെ വലിച്ചു കെട്ടി. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചു? ഗ്രൗണ്ടിൽ AB എന്ന് പറയുന്ന ആ ഒരു ലൈനെ ഞാൻ എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ശരി. ഇനി എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ ചെയിൻ ആദ്യം ഇവിടെ വെച്ചുകൊണ്ട് 30 മീറ്റർ ഇവിടെ അളക്കാം, വീണ്ടും 30 മീറ്റർ അളക്കാം, വീണ്ടും 30 മീറ്റർ അളക്കാം. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യാം? വീണ്ടും 30 മീറ്റർ അളക്കാം. ഇപ്പൊ എന്താ? ഗ്രൗണ്ടിൽ ആ കയറ് കെട്ടിയിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് അലൈൻ ആവും. എൻ്റെ ചെയിൻ ഇങ്ങോട്ട് മാറിപ്പോകും എന്നുള്ള പേടി എനിക്ക് വേണ്ട. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ശരി, ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് നോക്കാം. A എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായിരുന്നു, B എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഈ AB എന്ന് പറയുന്ന പോയിന്റിന് ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് ഞാൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്റർമീഡിയറ്റ് പോയിന്റ് എന്ത് ചെയ്തു? ഇന്റർമീഡിയറ്റ് പോയിന്റ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു.
ഇങ്ങനെ ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ അതേ വരയിൽ വരുന്ന ഇന്റർമീഡിയറ്റ് പോയിന്റ് ലൊക്കേഷൻ ചെയ്യുന്ന ഈ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്? റേഞ്ചിങ്. ഈ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്? റേഞ്ചിങ്. ഓക്കെ, ഈ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്? റേഞ്ചിങ്. നോക്കിയേ, ഇതിന്റെ ഇവിടെ ഞാനൊരു റോഡ്, ഒരു ഇരുമ്പിലെ റോഡ് അല്ലെങ്കിൽ ഒരു റേഞ്ചിങ് റോഡ് എന്ത് ചെയ്യുന്നു? റേഞ്ചിങ് റോഡ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? സി എന്ന് പറയുന്ന പോർഷനിൽ വെച്ചു കൊടുക്കുന്നു. നോക്കിയേ, ഇത് അതിന്റെ പ്ലാൻ വ്യൂ ആണ്. എനിക്ക് അതിന്റെ എലിവേഷൻ വരയ്ക്കാം. എ ബി എന്ന് പറയുന്ന പോയിന്റ് സിയിൽ ഞാൻ എന്ത് ചെയ്തു? സി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവിടെ എന്ത് വെച്ചു കൊടുത്തു? ഒരു റേഞ്ചിങ് റോഡ് വെച്ചു. റേഞ്ചിങ് റോഡ്. നോക്കിയേ, നമ്മൾ സർവേ ചെയ്യാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പോയി നോക്കിയപ്പോൾ കുറേ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ? ഏതൊക്കെ? ചെയിന് ഓർ ടേപ്പ്. രണ്ടാമത് വരുന്ന സാധനം എന്തായിരുന്നു? ഒരു റേഞ്ചിങ് റോഡായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? റേഞ്ചിങ് റോഡ് കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? ഗ്രൗണ്ടിലേക്ക് പോയത്. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ റേഞ്ചിങ് റോഡിനെ കുറിച്ചൊന്ന് നോക്കാം. റേഞ്ചിങ് റോഡ്. ഓക്കെ, ഈ റേഞ്ചിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമുക്ക് വിശദമായിട്ട് പിന്നീട് നോക്കാം. തൽക്കാലം ഈ റേഞ്ചിങ് റോഡ് എന്താണെന്ന് നോക്കാം. റേഞ്ചിങ് റോഡ് ഇതെന്ന് പറയുന്നത് ഒരു റോഡാണ്. റോഡ് ഒരു നീളമുള്ള ഒരു റോഡ്. ഓക്കെ, അടിയിൽ നല്ല ഷാർപ്പനായിട്ടുള്ള ഒരു റോഡാണ്. ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീലാകാം ഓർ വുഡ്. ഒന്നുകിൽ സ്റ്റീലാകാം അല്ലെങ്കിൽ തടിയിലാകാം. ഇതിന്റെ ക്രോസ് സെക്ഷൻ ഇവിടെ ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ക്രോസ് സെക്ഷൻ കാണാം. ഇതെന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു സർക്കുലാർ ക്രോസ് സെക്ഷൻ ആയിരിക്കാം. ഒന്നുകിൽ എന്തായിരിക്കാം? സർക്കുലാർ ക്രോസ് സെക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അതൊരു ഒക്ടഗണൽ ക്രോസ് സെക്ഷൻ ആയിരിക്കാം. ഓക്കെ, ഈ സർക്കിളിന്റെ, അതായത് ഈ ഒരു റോഡിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ. സോ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ഡയ ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഡയമീറ്റർ കഴിഞ്ഞിട്ട് ഇനി എന്താ ഒന്നും കൂടെ നമുക്ക് നോക്കാനുള്ളത്? അതിന്റെ ലെങ്ത് ആണ് അല്ലേ? ഇതിന്റെ ടോട്ടലുള്ള നീളം, ലെങ്ത് എന്ന് പറയുന്നത് ഇത് 3 സെന്റിമീറ്റർ ആണ്. സോ 3 മീറ്റർ ടു 2 മീറ്റർ. 3 മീറ്റർ. ഇവിടെയും 3, ഇവിടെയും 3. ഓർത്ത് വെച്ചേക്കുക. 3 അവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എത്ര? ലെങ്ത് ഈസ് ഈക്വൽ ടു 3 മീറ്റർ ടു 2 മീറ്റർ. 2 മീറ്റർ മുതൽ 3 മീറ്റർ വരെയാണ് എന്ത്? അതിന്റെ ലെങ്ത്. ഇനി ഈ റോഡിന്റെ പ്രത്യേകത എന്താ? ഇത് ഇങ്ങനെ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്ട്രിപ്പുകൾ. അതിൽ ഒരു സ്ട്രിപ്പ് റെഡ് ആണെങ്കിൽ അടുത്ത സ്ട്രിപ്പ് വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ അൾട്ടർനേറ്റ് റെഡ് ആൻഡ് വൈറ്റ് സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അൾട്ടർനേറ്റ് റെഡ് ആൻഡ് വൈറ്റ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ റെഡിന് പകരം വേണമെങ്കിൽ ബ്ലാക്കുമാകാം. ബ്ലാക്കുമാകാം. ഓക്കെ, അപ്പൊ ആ സ്ട്രിപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നുകിൽ അൾട്ടർനേറ്റ് റെഡ് ആൻഡ് വൈറ്റ് ഓർ അൾട്ടർനേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്സ് ഉണ്ട്. ഓക്കെ, സ്ട്രിപ്സ് ഉണ്ട്. വേണമെങ്കിൽ ഇതിന്റെ 3ന്റെ കൂടി കോമ്പിനേഷൻ ആകാം. റെഡ്, ബ്ലാക്ക്, വൈറ്റ്. ഓക്കെ, 3ന്റെ കോമ്പിനേഷൻ വേണമെങ്കിലും ആകാം. ഇനി ഇതാ നോക്കിയേ, ഇതിൽ ഒരു സ്ട്രിപ്പിന്റെ ലെങ്ത് അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സ്ട്രിപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു സ്ട്രിപ്പ് എടുത്താൽ 20 സെന്റിമീറ്റർ കിട്ടും. ഈ ഒരു സ്ട്രിപ്പ് എടുത്താൽ 20 സെന്റിമീറ്റർ കിട്ടും. ഈ ഒരു സ്ട്രിപ്പ് എടുത്താലും 20 സെന്റിമീറ്റർ കിട്ടും. എല്ലാ സ്ട്രിപ്പിനും ഒരേ നീളമാണ്. അതെന്ന് പറയുന്നത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഈ റേഞ്ചിങ് റോഡിന്റെ ടോപ്പിൽ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ടാകാം. ചില റേഞ്ച് റോഡുകൾക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ
ഫ്ലാഗ്, ഒരു സ്ക്വയർ ഫ്ലാഗ് ചിലപ്പോൾ മുകളിൽ എന്തൊക്കെയാണ്. അതെന്തിനാ സ്ക്വയർ ഫ്ലാഗ് എന്ന് പറയുന്നത്? നമുക്ക് ദൂരെ എന്നത് 200 മീറ്റർ 100 മീറ്റർ ഒക്കെയാണ് ഇപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ റേഞ്ചിങ് റോഡ് അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലാഗിന്റെ സൈസ് എന്ന് പറയുന്നത് 30 to 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 30 to 50 സെന്റിമീറ്റർ നീളവും 30 to 50 സെന്റിമീറ്റർ വീതിയും. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്ക്വയർ ഫ്ലാഗ് എന്ന് പറയുന്നത്. സോ ഫ്ലാഗ് അറ്റാച്ച്ഡ്, ഫ്ലാഗ്, ഒരു ഫ്ലാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് ടോപ്പിൽ ഫ്ലാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 30 to 50 സെന്റിമീറ്റർ സ്ക്വയർ ഫ്ലാഗ് ആണ്. സ്ക്വയർ ഫ്ലാഗ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, റേഞ്ചിങ് റോഡിനെ കുറിച്ച് നോക്കാനാണ്. ഓക്കെ, റേഞ്ചിങ്ങിന് യൂസ് ചെയ്യുന്ന റോഡാണ് എന്ത്, റേഞ്ചിങ് റോഡ്. അതിന് ഇത്ര ഇതിന്റെ ഡയമെൻഷനുകളാണ്. നിങ്ങൾ ഈ പടമാണ് വരച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ പടം നിങ്ങൾ അതുപോലെ വരച്ച് പഠിക്കുക. എന്താ, ഒരു വര വരയ്ക്കുക, അതിന് 3 മുതൽ 2 മീറ്റർ വരെ നീളം ഉണ്ടെന്ന് പറയുക. അതിന്റെ ക്രോസ് സെക്ഷൻ എത്ര, 3 സെന്റിമീറ്റർ ആണെന്ന് പറയുക. അതിന്റെ ഷേപ്പ് ഒന്നുകിൽ സർക്കുലർ അല്ലെങ്കിൽ ഒക്ടഗണൽ ആണെന്ന് പറയുക. അതിന് മുകളിൽ എന്തുണ്ട്, ഒരു ഫ്ലാഗ് ഉണ്ട്, അതിന്റെ സൈസ് പഠിച്ചു വയ്ക്കുക. ഇവിടെ സ്ട്രിപ്പ് ഉണ്ട്, ആ സ്ട്രിപ്പിന്റെ കളറുകൾ നോക്കി വെച്ചിരിക്കുക. അതുപോലെ ഈ ഒരു സ്ട്രിപ്പിന്റെ നീളം നോക്കി വെച്ചിരിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ റേഞ്ചിങ് റോഡിന്റെ നീളം ഞാൻ എത്ര പറഞ്ഞിരിക്കുന്നത്, റേഞ്ചിങ് റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 to 3 മീറ്റർ ആണ് അല്ലേ, 2 to 3 മീറ്റർ ആണ്. ഇനി ഇതിനേക്കാൾ നീളമുള്ള റേഞ്ചിങ് റോഡ് ഉണ്ടോ? 2 to 3 മീറ്ററിനേക്കാൾ കൂടുതൽ ലെങ്ത് അധികമുള്ള റേഞ്ചിങ് റോഡ് ഉണ്ടോ? ഇപ്പോൾ ലെങ്ത് 3 മീറ്ററിനേക്കാൾ കൂടുതലുള്ള റേഞ്ചിങ് റോഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റേഞ്ചിങ് പോൾ. അതിനെ പറയുന്ന പേരാണ് എന്ത്, റേഞ്ചിങ് പോൾ. റേഞ്ചിങ് റോഡ് തന്നെയാണ്, അതിന്റെ സൈസ് കൂടുതലാണ്, അതിന്റെ ലെങ്ത് 3 മീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലാകും. ഓക്കെ, അങ്ങനെ ഒരു റേഞ്ചിങ് റോഡിനെ പറയുന്ന പേരാണ് എന്ത്, റേഞ്ചിങ് പോൾ. റേഞ്ചിങ് പോൾ. ഓക്കെ, ശരി. ഇനി ഇതാ വീണ്ടും നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇതായിരുന്നു AB. പ്ലാൻ വരയ്ക്കുകയാണ് ഞാൻ. AB എന്ന് പറയുന്ന 2 പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ഇടയിൽ എന്താ, ഇതിന്റെ ഇടയിൽ വര, നമുക്ക് ഗ്രൗണ്ടിൽ റിയൽ ആയിട്ട് വരയൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, C എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ഒരു റേഞ്ചിങ് റോഡ് വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ പോയിന്റിലേക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുത്തു, ഒരു കയറ് കെട്ടി. ഇതിപ്പോ എത്രയായി, 100 മീറ്ററിൽ ഒരു കയറ് കെട്ടി ഞാൻ. ബാക്കി B തൊട്ട് C വരെ ഞാൻ അടുത്ത കയറ് കെട്ടി കൊടുത്തു. അത് എത്രയായി, 150 മീറ്റർ. കയറ് കെട്ടി ഞാൻ റെഡിയാക്കി. എനിക്ക് ഇനിയിപ്പോൾ ചെന്ന് നോക്കുമ്പോൾ AB എന്ന് പറയുന്ന ലൈൻ ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. എന്നാലും എൻ്റെ കയ്യിലുള്ള ചെയിനിന്റെ നീളം എത്ര, 30 മീറ്ററേ എനിക്ക് ഇത് വെച്ച് അളക്കാൻ പറ്റത്തുള്ളൂ അല്ലേ, 30 മീറ്റർ എനിക്ക് ഇത് വെച്ച് അളക്കാൻ പറ്റുള്ളൂ. ഈ C വരെ എത്തണമെങ്കിൽ തന്നെ മിനിമം ഞാൻ 3 തവണ ചെയിൻ ഇടേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ചെയിൻ ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പിടിക്കാനുള്ളത്. നോക്കിയാൽ 30 മീറ്റർ നീളമുള്ളതാണ്. അപ്പൊ ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ ഈ ചെയിനിങ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരാൾ ഈ അറ്റത്ത് നിൽക്കണം, ഒരാൾ അപ്പുറത്തെ ഹാൻഡിൽ, ഏത് ഹാൻഡിൽ, ബ്രാസ് ഹാൻഡിൽ, അപ്പുറത്തേക്ക് പിടിക്കാനായിട്ട് ഒരാൾ വേണം. ഓക്കെ, സോ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാൾ വേണം. അതുപോലെ ഇയാളുടെ ഫ്രണ്ടിൽ നടക്കാനും ഒരാൾ വേണം. ഓക്കെ, ഫ്രണ്ടിൽ നടക്കുന്ന ആള്, ലീഡ് ചെയ്യുന്ന ആള്, ഫ്രണ്ടേ പോകുന്നു, ലീഡ് ചെയ്യുന്നു, അയാളെ പറയുന്ന പേരാണ് എന്ത്, ലീഡറെ ഇയാൾ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. സോ ഹി ഈസ് കോൾഡ് ഫോളോവർ എന്ന് പറയുന്നു. ഓക്കെ, ഫോളോ ചെയ്യുന്ന ആള് ഫോളോവർ. ശരി, ഈ ആളാണ്, ഈ ഫോളോവർ എന്ന് പറയുന്ന ആളാണ് ലീഡറിനെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് റേഞ്ചിങ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കാം. എന്നാലും ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഈ ഫോളോവർ ആണ് ലീഡറിന്റെ മുന്നേ പോകുന്ന ആളുടെ അടുത്ത് പറയുന്നത്, അങ്ങോട്ട് പോകൂ, ഇങ്ങോട്ട് പോകൂ, റൈറ്റിലേക്ക് പോകൂ, ലെഫ്റ്റിലേക്ക് പോകൂ. സോ ഈ ആളാണ് എന്ത്, ഈ ആളെ ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ഈ ആൾക്ക് വേണം എന്ത്, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ഇയാളായിരിക്കണം. ഹൈ എക്സ്പീരിയൻസ് ഇയാൾക്കായിരിക്കണം. ലീഡറിന് ലോ എക്സ്പീരിയൻസ് മതി. ഓക്കെ, ശരി, ലോ എക്സ്പീരിയൻസ് മതി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതാ നോക്കിയേ, എങ്ങനെ ഈ 30 മീറ്റർ ഉള്ള ചെയിൻ വെച്ച് എനിക്ക് 100 മീറ്റർ അളക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ലാബിൽ നിന്ന് ചെയിൻ എടുത്തതിന്റെ കൂടെ ലീഡറോട് പറയുന്നു, മുന്നേ പോകുന്ന ആളോട് പറയുന്നു, 10 ആരോസ് കൂടി എടുക്കാൻ. ആരോസ് അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പിൻ. ഓക്കെ, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, പിൻ. ഓക്കെ, 10 ആരോസ് എടുക്കാൻ പറയുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നോക്കിയേ,
മുന്നേ പോകുന്ന ആള് ലീഡർ 30 മീറ്റർ ചെയിൻ ഇങ്ങനെ പിടിച്ചു വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ 30ാമത്തെ മീറ്ററിൽ ഒരു ആരോ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ എയിൽ നിൽക്കുന്ന ഫോളോവറിന് ഈ ആരോയിൽ ചെന്ന് നിന്നാൽ മതി അടുത്ത തവണ. ഓക്കെ, അപ്പോൾ എയിലാള് ഇവിടെ ചെല്ലുന്നു, എയിലാള് ഈ പുതിയ പോയിന്റിലേക്ക് ചെല്ലുന്നു, ആളിന്റെ എയിൽ നിന്ന് A' പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിൽക്കുന്ന ലീഡർ എന്ത് ചെയ്യുന്നു, ഒരു ചെയിനും കൂടി അപ്പുറത്തേക്ക് പിടിച്ചിട്ട് അവിടെ പോയിട്ട് അവിടെ അടുത്ത ആരോ വെക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ A' നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു, A'' പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അടിച്ചിരിക്കുന്ന ഈ ആരോ ഈ A' എടുക്കുന്നു. ഓക്കെ, A' പിടിച്ച് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ചെയിനിന്റെ പൊസിഷനുകൾ, ചെയിനിന്റെ എഡ്ജുകൾ മാർക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, ആരോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആരോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലാബിൽ നിന്ന് എടുത്ത അടുത്ത ആൾ ആരാണ്, ആരോയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആരോയെ കുറിച്ച് അവിടെയും നമ്മൾ പടം വരച്ച് പഠിച്ചു, ഇവിടെയും ആരോയുടെ പടം തന്നെയാണ് നമ്മൾ വരയ്ക്കാനുള്ളത്. ഓക്കെ, ആരോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ആരോ ഇതെന്ന് പറയുന്നത് ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന അതേ മെറ്റീരിയൽ വെച്ച് തന്നെ, അതേ ആ ഒരു വയർ വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെയിനിന്റെ വയറിന്റെ ഡയമീറ്റർ എത്രയായിരുന്നടാ, ചെയിനിന്റെ വയറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 mm ആയിരുന്നു. സോ ആരോയുടെയും ഡയമീറ്റർ, ചെയിനിന്റെ ആ വയറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 4 മീറ്റർ തന്നെയാണ്. ഓക്കെ, ഈ 4നെ സെന്റിമീറ്റർ ആക്കുക, 40 സെന്റിമീറ്റർ. 4 എന്ന് പറയുന്നത് എന്താണ്, 40 സെന്റിമീറ്റർ ആക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, ആരോയുടെ ഹൈറ്റ് കിട്ടുന്നു. ഇതിൽ അനുവദിച്ചിരിക്കുന്ന എറർ എന്ന് പറയുന്നത് ±5 mm ആണ്. അതായത് 40 + 5 mm ആവാം, 40 സെന്റിമീറ്റർ + 5 mm ആവാം, 40 സെന്റിമീറ്റർ -5 mm ആവാം. ഓക്കെ, ഈ ഒരു 5 തന്നെ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഈ ഒരു ടോപ്പിലെ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 3 അളവുകളാണുള്ളത്. അതിലൊന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന അതേ സാധനം വെച്ചിട്ടാണ് എന്ത്, ആരോ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെയിനിന്റെ ഡയമീറ്റർ എത്രയെന്ന് നമുക്കറിയാം, 4 mm ആണെന്ന് അറിയാം. സോ ഇതിനും ഡയമീറ്റർ എത്ര, 4 mm. ആ 4നെ സെന്റിമീറ്റർ ആക്കിയാൽ എന്ത് കിട്ടി, 40 സെന്റിമീറ്റർ എനിക്ക് അതിന്റെ ഉയരം കിട്ടി. അതിന് അനുവദിച്ചിരിക്കുന്ന എറർ എത്രയാ, ±5 mm. ആ 5 mm സെന്റിമീറ്റർ ആക്കി കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, മുകളിലത്തെ ഡയമീറ്ററും കിട്ടും. ഇതാണ് എന്ത്, ആരോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. മനസ്സിലായല്ലോ? എന്തിനാ ആരോ യൂസ് ചെയ്യുന്നത്, ഇതേ ഇന്റർമീഡിയറ്റ് പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. നോക്കിയ റേഞ്ചിങ് റോഡ് നമ്മൾ ഇന്റർമീഡിയറ്റിന് യൂസ് ചെയ്തു, ആരോയും ഇന്റർമീഡിയറ്റിന് യൂസ് ചെയ്തു. എന്താ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, റേഞ്ചിങ് റോഡ് ഗ്രൗണ്ടിൽ ആ ഒരു ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പാണ് റേഞ്ചിങ് റോഡ് വെച്ചിട്ട് ഇന്റർമീഡിയറ്റ് പോയിന്റ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു കയർ കെട്ടി, എന്നിട്ട് ആ കയറിൽ അടിക്കാനാണ് എന്തെടുത്തത്, ആരോ അഥവാ പിൻസ് എടുത്തുകൊണ്ട് പോയത്. ഇനിതാ നോക്കിയേ, എൻ്റെ ലാബിൽ ചെന്നപ്പോൾ എനിക്ക് ആരോ കിട്ടിയില്ല. എത്ര, 10 എണ്ണം എടുത്തുകൊണ്ട് പോകണ്ടേ, ആരോ കിട്ടിയില്ല. ആരോ കിട്ടിയില്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് എന്ത്, പെഗ്. ഉഡൻ പെഗ്. ഓക്കെ, ഉഡൻ പെഗ് എന്താ, ആരോ പോലെ തന്നെയാണ്. നമുക്ക് എന്താ, വുഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെഗ്ഗാണ്. ഇവിടെയും നമുക്ക് എന്താ, പടമാണ് വരച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, പടം ദാ എങ്ങനെ ഇരിക്കും, ഉഡൻ പെഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെഗ്. ഓക്കെ, ഇതിന്റെ നീളം പഠിച്ചു വെക്കുക, 15 സെന്റിമീറ്റർ. നമ്മുടെ കുഞ്ഞ് സ്കെയിലില്ലേ, അതിന്റെ നീളം 15 സെന്റിമീറ്റർ. ഓക്കെ, ഉടനല്ലേ, ഉടനാകുമ്പോൾ ഇതിന്റെ ക്രോസ് സെക്ഷൻ ഉണ്ടാകുമല്ലോ, ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയർ ഏകദേശം 1 ഇഞ്ച്, അതായത് 2.5 to 3 സെന്റിമീറ്റർ. 2.5 to 3 സെന്റിമീറ്റർ സൈസുള്ള സ്ക്വയർ ആയിരിക്കും എന്ത്, ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ആരോ കിട്ടിയില്ലെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി, വുഡൻ പെഗ് യൂസ് ചെയ്താൽ മതി. അപ്പൊ രണ്ടുപേർക്കും ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. ഇതാ നോക്കിയേ, ഞാൻ ഇവിടെയൊക്കെ ആരോ അടിച്ചു പോയിടത്ത് എന്ത് ചെയ്താൽ മതി, എനിക്ക് വുഡൻ പെഗ് അടിച്ചു പോയാലും മതി. ഓക്കെ, വുഡൻ പെഗ്സ് അടിച്ചു പോയാലും മതി. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, റേഞ്ചിങ് റോഡ് നമുക്ക് എന്ത് ചെയ്തു, വുഡൻ പെഗ് വരെ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്റ്ററേഴ്സ് ലാത്ത് ആൻഡ് വൈറ്റ്. അതെന്താ സംഭവം, അത് നമുക്ക് ലാത്തിനെ കുറിച്ച് നോക്കാം. എന്താണ് പ്ലാസ്റ്ററേഴ്സ് ലാത്ത് എന്ന് പറയുന്നത്? അതെന്ന് പറയുന്നത് സാധാ ഒരു കമ്പ്, നീളമുള്ള 1 മീറ്റർ
ഹൈറ്റ് ഉള്ള ഒരു സോഫ്റ്റ് വുഡ്, സാധാരണ തടി, സോഫ്റ്റ് വുഡിലെ ഒരു റോഡെന്ന് പറയാം. ഓക്കെ, ഒന്നുമില്ല, അതാ ജസ്റ്റ് ഒരു കമ്പ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരുവിധം കനമുള്ള ഒരു കമ്പ്. നമുക്ക് എന്തിനാ ഗ്രൗണ്ടിൽ പോകുമ്പോഴത്തേക്ക് പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാനായിട്ട്. ടു മാർക്ക് പോയിന്റ്സ് ഓൺ ഗ്രൗണ്ടിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു മീറ്റർ, ഏകദേശം 1 മീറ്റർ, അര മീറ്റർ മുതൽ 1 മീറ്റർ വരെ, അര മീറ്റർ ടു 0.5 to 1 മീറ്റർ, ഏകദേശം 1 മീറ്റർ നീളമുള്ള ഒരു കമ്പ് എടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? പ്ലാസ്റ്ററേഴ്സ് ലാത്ത്. ഓക്കെ, അത്രയേ ഉള്ളൂ, പ്ലാസ്റ്ററേഴ്സ് ലാത്ത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ്. എന്താ വൈറ്റ് എന്ന് പറയുന്നത്? വൈറ്റ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാം നമുക്ക് വൈറ്റിനെ? ഇതും ഒരു ചെറിയ സ്റ്റിക്ക് തന്നെയാണ്. ഓക്കെ, ഒരു നാരോ സ്റ്റിക്ക് തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടോപ്പിൽ ഒരു സ്ലിറ്റ് ഉണ്ട്. നോക്കിയ ഒരു സ്ലിറ്റ് ഇതാ ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് മീൻസ് നമ്മൾ ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അതിനെ വെട്ടി രണ്ടാക്കി വെച്ചിരിക്കുക. അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേപ്പർ, വൈറ്റ് കളറിലെ പേപ്പർ എനിക്ക് ഇറക്കി വെക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇതിൽ എന്തെങ്കിലും റീഡിങ്സ് ഒക്കെ എഴുതി വെക്കാൻ പറ്റും. ഒന്നുകിൽ 3 മീറ്ററിനോ അല്ലെങ്കിൽ 30 മീറ്ററിനോ എന്തെങ്കിലും എഴുതിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഈ ഷാർപ്പനായിട്ടുള്ള ഈ സ്റ്റിക്കിന്റെ മുകളിൽ ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റും. ഓക്കെ, വൈറ്റ് കളർ പേപ്പർ. സോ അതിന് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്ലാസ്റ്ററേഴ്സ് വൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എന്തുണ്ട്? നാരോ സ്ലിറ്റ് ഉണ്ട്. വി ക്യാൻ പുട്ട് പേപ്പർ പീസ് ഓൺ ദാറ്റ് സ്ലിറ്റ്. ആ സ്ലിറ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേപ്പർ പീസിനെ ഇറക്കി വെക്കുക, അതിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് എഴുതി വെക്കുക. ഇതാണ് എന്ത്? പ്ലാസ്റ്ററേഴ്സ് ലാത്ത് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇൻസ്ട്രുമെന്റ് എന്തായിരുന്നു? ഇനി ഉണ്ടായിരുന്ന ഇൻസ്ട്രുമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലംബ് ബോബ്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ പ്ലംബ് ബോബ് എന്താണെന്ന്. ഓക്കെ, ഒരു സ്ട്രിങ് ഉണ്ട്, അതിന്റെ താഴെ ഒരു ബോബ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഭിത്തിയൊക്കെ കെട്ടുമ്പോഴത്തേക്ക് കറക്റ്റ് വെർട്ടിക്കൽ ആയിട്ടാണോ പോകുന്നതെന്ന് അറിയാനായിട്ട്. ടു ചെക്ക് വെർട്ടിക്കാലിറ്റി. പ്ലംബ് ബോബ് എവിടെ വന്നാലും ഒറ്റ ഉത്തരം ടു ചെക്ക് വെർട്ടിക്കാലിറ്റി. വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലംബ് ബോബ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലാബിൽ നിന്ന് എടുത്ത ഏത് ഇൻസ്ട്രുമെന്റ് ഉണ്ട്? ഒരു ഇൻസ്ട്രുമെന്റും കൂടെ ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഓഫ്സെറ്റ് റോഡ് എന്നാണ്. ഓഫ്സെറ്റ് റോഡ്. ഓക്കെ, ഓഫ്സെറ്റ് റോഡ് എന്താണ്? ഓഫ്സെറ്റ് അത് നമുക്ക് ചെയിനിങ്ങിന്റെ അടുത്ത ഒരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. സോ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. എനിക്കൊരു ലൈൻ ഉണ്ട്, AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, ഒരു C എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് വേണം. ആ പോയിന്റ് എന്ന് പറയുന്നത് AB ലൈനിൽ നിന്നും ഒരു ലാറ്ററൽ ഡയമെൻഷൻ, അതിൽ നിന്നും പെർപെൻഡിക്കുലർ ആയോ വേറെ ഏതെങ്കിലും ഒരു ആംഗിളിലോ, തൽക്കാലം ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് മാറി നിൽക്കുന്ന ഒരു പോയിന്റിനെ എനിക്ക് അടയാളപ്പെടുത്തണം. ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഇത് ഓഫ് സെറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോഴും ഓഫ് സെറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഓഫ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന റോഡ് ടു മേക്ക് ഓഫ്സെറ്റ്. ഓഫ്സെറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് എന്ത്? ഓഫ്സെറ്റ് റോഡ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സിമിലർ ടു റേഞ്ചിങ് റോഡ്. നമ്മുടെ റേഞ്ചിങ് റോഡ് ഇല്ലേ, നമ്മൾ നേരത്തെ കണ്ട 2 മീറ്റർ നീളമുള്ള റേഞ്ചിങ് റോഡിന് സിമിലർ ആണ്. പക്ഷേ ഒരേ ഒരു ഡിഫറൻസ് ആണുള്ളത്. പ്രൊവൈഡ്സ് 2 പെർപെൻഡിക്കുലർ സ്ലിറ്റ്സ് അറ്റ് ഐ ലെവൽ. ആ ഒരു റോഡ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാനിവിടെ തറയിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നിൽക്കുക. ഓക്കെ, എൻ്റെ ഐ ലെവൽ ഏതാ? ഇവിടെയാണ് എൻ്റെ ഐ ലെവൽ. നോക്കിയേ, ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. സോ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിൻ്റെ അപ്പുറം കാണാൻ പറ്റും. അതുപോലെ ഈ ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് ഉണ്ട്, ഇതുപോലെ ബാക്കിൽ ഒരു സ്ലിറ്റ് ഉണ്ട്. സോ ബാക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൻ്റെ പ്ലാൻ വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിലോ, എ ബി എന്ന് പറയുന്ന വര ഞാനിവിടെ ഒരു ഓഫ്സെറ്റ് റോഡ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബിയും കാണാൻ പറ്റും, അതുപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ പൊസിഷനും കാണാൻ പറ്റും, സി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ഓഫ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നെല്ലാം നമ്മൾ വൈകാതെ ഡീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും.
ഇത്രയും ആയിരുന്നു എന്ത് നമ്മുടെ ചെയിനിങ്ങിന്റെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയിൻ ചെയ്യാനായിട്ട് ലാബിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന ഇൻസ്ട്രുമെന്റുകൾ ഇത്രയുമാണ് ഉള്ളത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടികളല്ല, നമ്മുടെ ഗ്രൗണ്ടിൽ ചെയ്ത പ്രൊസീജിയറുകളെല്ലാം ഒന്ന് ഓർത്ത് നോക്കി. ആദ്യം നമ്മൾ ചെയിൻ എടുത്തു, ചെയിനെ കുറിച്ച് പഠിച്ചു, പിന്നെ എന്ത് ചെയ്തു, ടേപ്പിനെ കുറിച്ച് പഠിച്ചു. ടേപ്പിനെ കുറിച്ച് പഠിച്ചിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഏത് പഠിച്ചു? റേഞ്ചിങ് റോഡ് പഠിച്ചു, ഓഫ്സെറ്റ് റോഡ് പഠിച്ചു. അതിനുശേഷം എന്ത് പഠിച്ചു? ആരോ, പിന്നെ അഥവാ ആരോ പഠിച്ചു. അതിനുശേഷം പെഗ് പഠിച്ചു. ഓക്കെ, അവിടെ നമ്മൾ കണ്ട ഒരു പ്രൊസീജിയറാണ് എന്ത്? റേഞ്ചിങ്. നമുക്ക് റേഞ്ചിങ്ങിനെ കുറിച്ചൊന്ന് നോക്കാം. ഓക്കെ, എന്താ റേഞ്ചിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2 ലൈനുണ്ട്, എ ബി എന്ന് പറയുന്ന ലൈനുണ്ട്, എ ബി എന്ന് പറയുന്ന പോയിന്റ്സ് ഉണ്ട്, എ ബി. ഈ പോയിന്റുകൾക്കിടയിൽ അതേ സ്ട്രൈറ്റ് ലൈനിൽ വരുന്ന ഇന്റർമീഡിയറ്റ് പോയിന്റുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? റേഞ്ചിങ്. എസ്റ്റാബ്ലിഷിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ഇസ് കോൾഡ് റേഞ്ചിങ്. ഓക്കെ, ശരി. അതിന് യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ് ഏതായിരുന്നു? നമ്മൾ റേഞ്ചിങ് റോഡ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. ഓക്കെ, ഇനി ഇതാ നോക്കിയേ, ഈ പോയിന്റുകൾ എ ബി എന്ന് പറയുന്ന പോയിന്റ്, ഞാൻ ഇതെന്റെ പ്ലാൻ വ്യൂ ആണ്. ഞാൻ ഇനി അതിന്റെ എലിവേഷൻ വ്യൂ വരയ്ക്കാൻ പോവുകയാണ്. എ ബി എന്ന് പറയുന്ന പോയിന്റ്, എന്താ എ ബി എന്ന് പറയുന്ന പോയിന്റ്? ഇതാണ് എ ബി. നോക്കിയേ, ഇത് എലിവേഷൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മരം നിൽക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഇവിടെ ഈ ഒരു മരം നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, എ തൊട്ട് ബി വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എയിൽ നിൽക്കുക, ഒരു റേഞ്ചിങ് റോഡ്, റേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റോഡ് റേഞ്ചിങ് റോഡ്. ബിയിൽ വേറൊരു റേഞ്ചിങ് റോഡ് ഉണ്ട്. ഈ എയിലും ബിയിലും നിൽക്കുന്ന റേഞ്ചിങ് റോഡുകളുടെ പ്രത്യേകത എന്താ? അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സർവേസിന്റെ പ്രത്യേകത എന്താ? അവർക്ക് തമ്മിൽ കാണാം അല്ലേ, അവർക്ക് തമ്മിൽ കാണാൻ പറ്റുന്നു. സോ എ ആൻഡ് ബി ആർ ഇന്റർവിസിബിൾ. എ ആൻഡ് ബി ആർ ഇന്റർവിസിബിൾ. രണ്ടുപേർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും. ശരി, ഇനി ഇതാ അടുത്തൊരു കണ്ടീഷൻ നോക്കാം. ഇതാ ഇവിടെയാണ് എന്ത്? എ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ മരം. ഇവിടെയാണ് എന്ത്? ബി ഉള്ളത്. ഇവിടെയാണ് അവിടത്തെ മരം നിൽക്കുന്നത്. ഇവിടെ എന്തുണ്ട്? ഒരു റേഞ്ചിങ് റോഡുണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു റേഞ്ചിങ് റോഡുണ്ട്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഒരു സർവേയർ നിൽപ്പുണ്ട്. ഇവിടെയും ഒരു സർവേയർ നിൽപ്പുണ്ട്. എന്താ പ്രശ്നം? ഇവർക്ക് തമ്മിൽ കാണത്തില്ല. ഇതെന്താ? ഒരു ഹില്ലാണ്. ഓക്കെ, ഇതൊരു ഹില്ലാണ്, ഒബ്സ്ട്രക്ഷൻ ആണ്. ഇവർക്ക് തമ്മിൽ കാണത്തില്ല. ഇവിടെ അപ്പം നമുക്ക് എന്തെഴുതാം? ഹിയർ എ ആൻഡ് ബി ആർ നോട്ട് ഇന്റർവിസിബിൾ. എ ആൻഡ് ബി ആർ നോട്ട് ഇന്റർവിസിബിൾ. ഇവർക്ക് തമ്മിൽ കാണാൻ പറ്റില്ല. ഈ 2 കണ്ടീഷൻ ആണ് നമുക്ക് എന്താ ഗ്രൗണ്ടിൽ റേഞ്ചിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനുകൾ. നോക്കിയ 2 പോയിന്റുകൾ തമ്മിൽ കാണാൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയയും സംഭവിക്കാം, 2 പോയിന്റുകൾ തമ്മിൽ കാണാൻ പറ്റാതിരിക്കുന്ന ഒരു കണ്ടീഷനും ഉണ്ടാകാം. ശരി, ഇങ്ങനെ 2 പോയിന്റുകൾ തമ്മിൽ കാണുമ്പോൾ ചെയ്യുന്ന റേഞ്ചിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? ഫസ്റ്റ് വൺ ഡയറക്റ്റ് റേഞ്ചിങ്. പറയുന്നത് എന്താണ്? ഡയറക്റ്റ് റേഞ്ചിങ്. ഓക്കെ, എന്താ ഡയറക്റ്റ് റേഞ്ചിങ്ങിന്റെ പ്രത്യേകത? both the end points are ഇന്റർവിസിബിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണിത്, ആർ ഇന്റർവിസിബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യുന്നു. ഇത് ഇന്റർവിസിബിൾ അല്ലെങ്കിൽ എൻഡ് പോയിന്റുകൾ ഇന്റർവിസിബിൾ അല്ലാതെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ പ്രൊസീജിയർ അല്ലെങ്കിൽ അവിടെ നടത്തുന്ന റേഞ്ചിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ്, ഡയറക്റ്റ് ആണെങ്കിൽ അടുത്ത എന്താണ്? ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ഓക്കെ, ഇൻഡയറക്റ്റ് റേഞ്ചിങ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? ബോത്ത് എൻഡ് പോയിന്റ്സ് എ ആൻഡ് ബി, എൻഡ് പോയിന്റ്സ് ആർ ദാ ചോപ്പിൽ തന്നെ എഴുതിക്കോ, നോട്ട് ഇന്റർവിസിബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഇൻഡയറക്റ്റ് റേഞ്ചിങ് യൂസ് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് റേഞ്ചിങ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് റേഞ്ചിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇത്. 2 രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ദാ എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എന്ത് ചെയ്യണം? സീനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതാ നോക്കിയേ,
അതെങ്ങനെ ചെയ്യാം? ഒന്ന്, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റേഞ്ചിങ് റോഡ് വെക്കുന്നു, ഒരാൾ ഇവിടെ നിൽക്കുന്നു. ഓക്കെ, അതുപോലെ എന്താ, ഇവിടെ ഒരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ആളൊന്നുമില്ല. ഓക്കെ, സിയിൽ എന്ത് ചെയ്യുന്നു, ഇതാ ഇതിന്റെ പ്ലാൻ ഞാൻ വരയ്ക്കുകയാണ്. ഇതിന്റെ പ്ലാൻ ഞാൻ വരയ്ക്കുക. എയിൽ ആളുണ്ട്, ഓക്കെ, ബിയിൽ എന്തുണ്ട്, ഒരു റേഞ്ചിങ് റോഡ് ഉണ്ട്. നമുക്ക് പ്ലാനിൽ നോക്കുമ്പോൾ റേഞ്ചിങ് റോഡിന്റെ ഡയമീറ്റർ കാണാൻ പറ്റത്തുള്ളൂ. നോക്കി, ഇവിടെ സിയിൽ ഒരു റേഞ്ചിങ് റോഡും കൊണ്ട് ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, എയിൽ നിൽക്കുന്ന എനിക്ക് എന്ത് ചെയ്യാം, ഈ ബിയും സിയും കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ എയിൽ നിൽക്കുന്ന ആൾ സിയെ ഡയറക്റ്റ് ചെയ്യുന്നു. ദേ നീ ലെഫ്റ്റിലേക്ക് വാ, കുറച്ചുകൂടെ വാ, അടുത്തൂടെ വാ. അതെ, ഇവിടെ എത്തിയപ്പോൾ ഒരു പോയിന്റിലെത്തി. ജസ്റ്റ് കണ്ണുകൾ കൊണ്ട്, എയുടെ കണ്ണുകൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സിയെ നോക്കിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. കണ്ണുകൊണ്ട്, എയുടെ കണ്ണുകൊണ്ട് സിയെ നോക്കിയിട്ട് സിയെ ഡയറക്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് മെത്തേഡ് എന്താ, ഡയറക്റ്റ് റേഞ്ചിങ് ബൈ ഐ. കണ്ണുകൊണ്ട് നോക്കിയിട്ട് പറയുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ചു വെക്കാനുള്ളത്, ദേ നേരത്തെ നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ എഴുതിയായിരുന്നു അല്ലേ, ഇത് എത്ര മീറ്ററാ, 100 മീറ്റർ ആണല്ലേ, 100 മീറ്റർ. ഈ എ ഇവിടെ നിൽക്കുന്നു, സി എന്ന് പറയുന്ന 100 മീറ്റർ അകലത്തിൽ നിൽക്കുക. ഇവർ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുക, ഇവർ തമ്മിൽ എങ്ങനെ വിളിച്ചു പറയാൻ പറ്റത്തില്ല അല്ലേ. സോ എന്തുണ്ട്, കുറച്ച് ഹാൻഡ് സിഗ്നലുകൾ വെച്ചിട്ടാണ് എ എന്ത് ചെയ്യുന്നത്, സിയെ ഡയറക്റ്റ് ചെയ്യുന്നത്. സിഗ്നലുകൾ വെച്ചിട്ടാണ് എന്ത് ഡയറക്റ്റ് ചെയ്യുന്നത്. കുറച്ച് ഹാൻഡ് സിഗ്നലുകൾ വെച്ചിട്ടാണ് എ എന്ത് ചെയ്യുന്നത്, സിയെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ്, വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, എ ഇവിടെ നിൽക്കുന്നു, സി നടുക്ക് നിൽക്കുന്നു. സിയോട് കണ്ടിന്യൂസ്ലി റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. കണ്ടിന്യൂസ്ലി സി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, സി സപ്പോസ് ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, സി ഇവിടെ നിൽക്കുന്നെങ്കിൽ ദേ ഇവിടെ എത്താനായിട്ട് എന്ത് ചെയ്യണം, സി കണ്ടിന്യൂസ്ലി റൈറ്റിലേക്ക്, സിയുടെ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. കണ്ടിന്യൂസ്ലി റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ഹാൻഡ്, എ പറയുന്നു റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എ എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് വെറുതെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് സിഗ്നൽ എന്താ, റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡ്. റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോൾ ഇതാരാ പറയുന്നത്, എ പറയുക. എ എന്ത് ചെയ്യുന്നു, എ ആണ് സിഗ്നൽ കാണിക്കുന്നത്. എ എന്ത് ചെയ്യുന്നു, സിഗ്നൽ കാണിക്കുന്നു. അപ്പോൾ സി എന്ത് ചെയ്യണം, ഒബേ ചെയ്യണം അല്ലേ. സി എന്ത് ചെയ്യണം, ഒബേ ചെയ്യണം. മൂവ്, റൈറ്റ് ഹാൻഡിലെ വലത്തേക്ക് കാണിക്കുന്നത്, റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ മൂവ് കണ്ടിന്യൂസ്ലി ടുവേർഡ്സ് റൈറ്റിലേക്ക് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, രണ്ടാമത് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി മൂവ് ചെയ്ത് അയാൾ എന്ത് ചെയ്തു, ആ ഒരു ലൈനിന്റെ അടുത്തെത്തി. കണ്ടിന്യൂസ്ലി മൂവ് ചെയ്ത് സി ഇപ്പൊ എവിടെ എത്തി, ലൈനിന്റെ ഏകദേശം അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞു. ഏകദേശം അടുത്താണ്, വെറുതെ അങ്ങ് കറക്റ്റ് ക്ലോസ് ആയിട്ടില്ല, ഏകദേശം അടുത്ത്. ഇനി എന്ത് ചെയ്യണം, കുറച്ച് വേഗത്തിൽ മൂവ് ചെയ്യാം. സിക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ മൂവ് ചെയ്യാം. എന്നാലും സി മനസ്സിലാക്കുക, റേഞ്ചിങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു ലൈനിന്റെ അടുത്താണ്. വേഗത്തിൽ മൂവ് ചെയ്യാനായി എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചിരുന്നെങ്കിൽ ഇനി എന്ത് ചെയ്യുക, സ്വിങ് ചെയ്യുക. പെട്ടെന്ന് വേഗത്തിൽ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സ്വിങ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് സ്വിങ് ചെയ്തു റാപ്പിഡ്ലി. റൈറ്റ് ഹാൻഡ് സ്വിങ് റാപ്പിഡ്ലി ആണെങ്കിൽ എന്ത് ചെയ്യുക, മൂവ് ടുവേർഡ്സ് റൈറ്റ് ഫാസ്റ്റ്ലി വേഗത്തിൽ, അല്ലെങ്കിൽ കുറച്ചധികം ദൂരം എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് പോവുക. അപ്പോൾ എന്ത് സംഭവിച്ചു, അയാൾ നമ്മുടെ ലൈനിന്റെ ഏകദേശം തൊട്ടടുത്തെത്തി. ഇനി എന്ത് ചെയ്താൽ മതി, പതുക്കെ പോയാൽ മതി അല്ലേ, വേഗത്തിൽ പോകാനായിട്ട് റാപ്പിഡായിട്ട് സ്വിങ് ചെയ്തെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി, റൈറ്റ് ഹാൻഡ് സ്വിങ് സ്ലോലി. പതുക്കെ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, സോ പതുക്കെയാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതെങ്കിൽ, റൈറ്റ് ഹാൻഡ് സ്വിങ് ചെയ്യുന്നെങ്കിൽ മൂവ് റൈറ്റ് സ്ലോലി, കുറച്ച് മൂവ് ചെയ്താൽ മതി അല്ലേ, കുറച്ച് സ്ലോലി മൂവ് ചെയ്താൽ മതി. അങ്ങനെ എന്ത് സംഭവിച്ചു, നമ്മൾ ഡയറക്റ്റ് ചെയ്തു, ഹാൻഡ് സിഗ്നൽ കൊണ്ട് ഡയറക്റ്റ് ചെയ്തിട്ട് സി ഇപ്പൊ എവിടെ എത്തി, നമ്മുടെ പോയിന്റിൽ എത്തി. സി നമ്മുടെ പോയിന്റിൽ എത്തി. ഇനി എന്ത് ചെയ്യുക,
സി നമ്മൾ റൈറ്റിലേക്ക് ലെഫ്റ്റിലോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ നോക്കിയേ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം റൈറ്റിലേക്ക് അയാൾ മൂവ് ചെയ്തതിന് പകരം ലെഫ്റ്റിലേക്ക് ചെയ്യണം. നോക്കിയേ, ഇവിടെ നിന്ന് ആൾ ഡയറക്റ്റ് ചെയ്തത് റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണെങ്കിൽ ആ ആള്, അതായത് സിയിൽ നിന്ന ആൾ എന്ത് ചെയ്യുക? റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇതെല്ലാം ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്ന എയിൽ നിൽക്കുന്ന ആൾ ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ സിയിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. സോ ഇതെല്ലാം അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ? കറക്റ്റ് എയിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? എയിൽ നിൽക്കുന്ന ആളുടെ എന്തുണ്ട്? ഒരു റേഞ്ചിങ് റോഡ് ഉണ്ടല്ലേ? റേഞ്ചിങ് റോഡ്. ഈ റേഞ്ചിങ് റോഡ് അയാൾ പിടിച്ചിരിക്കുന്നത് ഇടത്തേക്ക് ചരിഞ്ഞിട്ടാണ്. ഓക്കെ, കറക്റ്റ് ഇങ്ങനെ വെക്കുന്നതിന്, സ്ട്രൈറ്റ് ആയിട്ട് വെക്കുന്നതിന് വരെ ഇതെന്താ? ചരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അത് സ്ട്രൈറ്റ് ആക്കാൻ പറയണം അല്ലേ? നൂത്ത് വെർട്ടിക്കലായിട്ട് വെക്കാനായിട്ട് ഞാൻ പറയണം, വെർട്ടിക്കലാക്കാൻ പറയണം. അപ്പൊ എന്ത് ചെയ്യുക? റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ, റൈറ്റിലേക്കാണ് ഞാൻ നീക്കാൻ പറയുന്നത്. വെർട്ടിക്കാലിറ്റി ചെയ്യാനായിട്ട് റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് പൊക്കി പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് പൊക്കി പിടിച്ചുകൊണ്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ആ റോഡ് റൈറ്റിലേക്ക് വെർട്ടിക്കലായി വെക്കാനാണ് അതിൻ്റെ ഇൻഫർമേഷൻ. ഓക്കെ, എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് അപ്പ്, റൈറ്റ് ഹാൻഡ് പൊക്കി പിടിക്കുക, ആൻഡ് മൂവ് റൈറ്റ് ഹാൻഡ് പൊക്കി പിടിച്ച് റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ റേഞ്ചിങ് റോഡ് പ്ലംബ് ചെയ്യുക. പ്ലംബ് മീൻസ് വെർട്ടിക്കൽ ആക്കുക. പ്ലംബ് ദി റേഞ്ചിങ് റോഡ് ടുവേർഡ്സ് റൈറ്റിലേക്ക് എന്ത് ചെയ്യുക? നമ്മുടെ റോഡ് പ്ലംബ് ചെയ്യുക. ഇതേ കാര്യം നമുക്ക് എന്തിലും ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡിലും ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ? അയാൾ കറക്റ്റ് ലൈനിൽ നിൽക്കുന്നു, അയാളുടെ റോഡ് കറക്റ്റ് വെർട്ടിക്കലുമായി. ഇനി എന്ത് ചെയ്യാം? കറക്റ്റ് ആയല്ലോ, കറക്റ്റായെന്ന് അയാളെ അറിയിക്കണ്ടേ? കറക്റ്റായെന്ന് അറിയിക്കാൻ എന്ത് ചെയ്യുക? രണ്ട് കൈ ഉയർത്തിപ്പിടിക്കുക, അതിനെ പതുക്കെ താക്കുക. ഓക്കെ, രണ്ട് കൈ ഉയർത്തിപ്പിടിക്കുക, പിന്നെ എന്ത് ചെയ്യുക? താക്കുക. അപ്പോൾ എന്താ? കറക്റ്റ് ആണ് എന്ന് നമുക്ക് അയാളോട് പറയാൻ പറ്റും. ഓക്കെ, ബോത്ത് ഹാൻഡ്സ് അപ്പ് ആൻഡ് ഡൗൺ സ്ലോലി. രണ്ട് കൈയും നമുക്ക് പൊക്കി പിടിച്ചിട്ട് പതുക്കെ താക്കുക. അതെന്താ മീൻ ചെയ്യുന്നത്? കറക്റ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്? അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? 4. ഇനി എന്ത് ചെയ്യുക? കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതവിടെ ഫിക്സ് ചെയ്യാൻ പറയാം അല്ലേ? അതവിടെ ഫിക്സ് ചെയ്യാൻ പറയാം. അതായത് ഇത് തന്നെയാണ് അതിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് കൈയും പൊക്കി നീട്ടി ഫ്രണ്ടിലേക്ക് പിടിക്കുക, താക്കാൻ പറയുക. ഓക്കെ, ശരി, അതും കൂടെ എഴുതാം. ബോത്ത് ഹാൻഡ്സ് സ്ട്രെച്ച് horizontally and move down fastly or abruptly എന്ന് എഴുതുക. ഓക്കെ, അതെന്താ? ഫിക്സ് ദ റോഡ്. റോഡ് അവിടെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള സിഗ്നലാണ് എന്ത്? നേരെ പിടിച്ചിട്ട് താക്കുക. ഓക്കെ, ഇത്രയും സിഗ്നൽ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഐ കൊണ്ട് ഡയറക്റ്റ് റേഞ്ചിങ്, കണ്ണുകൾ കൊണ്ട് ഡയറക്റ്റ് റേഞ്ചിങ് നടത്താം. ഓക്കെ, ഡയറക്റ്റ് റേഞ്ചിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റേഞ്ചിങ് ബൈ ഐ, ഡയറക്റ്റ് റേഞ്ചിങ് ബൈ ഐ. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി എന്താണ്? ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഓക്കെ, ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഡയറക്റ്റ് റേഞ്ചിങ്, അതെന്ന് പറയുന്നത് ലൈൻ റേഞ്ചർ ആണ്. എന്താണ്? ലൈൻ റേഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. അതൊരു എനിക്കിവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റേഞ്ചിങ് റോഡ് വെച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റേഞ്ചിങ് റോഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്? ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് സി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള. അതിന് ഞാൻ എന്ത് ചെയ്യുക? ഒരു ലൈൻ റേഞ്ചർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഓക്കെ, അതിന്റെ പ്ലാനാണ് ഞാൻ വരയ്ക്കുന്നത്. ലൈൻ റേഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഓക്കെ, ശരി. ഈ ലൈൻ റേഞ്ചറിന്റെ ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് മീൻസ് ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്നിങ്ങനെ ലൈറ്റ് വരും അല്ലേ? ലൈറ്റ്സ് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇവിടെ നിന്നിങ്ങനെ ലൈറ്റ്സ് വരും. ഓക്കെ, ഈ വരുന്ന ലൈറ്റിനെ ഞാൻ ഇവിടെ ഒരു
മിറർ വയ്ക്കുന്നു, ഒരു പ്രിസം വയ്ക്കുന്നു. ഓക്കെ, ഒരു ട്രയാങ്കുലർ പ്രിസം വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലൈറ്റ് ഇവിടെ ഇടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, താഴേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഈ താഴെയും ഒരു സ്ലിറ്റ് ഉണ്ട്. ഇവിടെയാണ് എന്ത് നമ്മളുടെ ഐ ഉള്ളത്. നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഇത് പ്ലാൻ വ്യൂ ആണ്. ഇവിടെ നിന്നിട്ട് ഞാൻ ഈ ഇൻസ്ട്രുമെന്റിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഈ റേഞ്ചിങ് റോഡ് കാണാൻ പറ്റും. ഇതുവരെ മനസ്സിലായല്ലോ? ഈ ഇവിടെ ഉള്ള നമ്മുടെ എ എന്ന് പറയുന്ന റേഞ്ചിങ് റോഡിൽ നിന്നും വരുന്ന വെട്ടം ഇവിടെ അടിച്ചിട്ട് ഇങ്ങനെ താഴെ നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. ഇനി ഇതാ നോക്കിയേ, ഇതുപോലെ അപ്പുറത്തും ഈ ഇൻസ്ട്രുമെന്റിന്റെ അപ്പുറത്തും എന്തുണ്ട്? ഒരു സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെയുള്ള റേഞ്ചിങ് റോഡിൽ നിന്നുള്ള ലൈറ്റ് ഇങ്ങനെ വരും. ഓക്കെ, ലൈറ്റ് ഇങ്ങനെ വരും. അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ട്രയാങ്കുലർ പ്രിസം വയ്ക്കുന്നു. ഓക്കെ, ട്രയാങ്കുലർ പ്രിസം വയ്ക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാനൊരു ട്രയാങ്കുലർ പ്രിസം വയ്ക്കുന്നു. ഓക്കെ, ഈ റെഡ് പ്രിസം അടിയിലും യെല്ലോ പ്രിസം മുകളിലുമാണ്. സോ ഇത് വന്ന് ഇവിടെ ഇങ്ങനെ അടിക്കുന്നു. ഈ ഒരു ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്നു, ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ നിൽക്കുന്ന ആൾക്ക് എ എന്ന് പറയുന്ന പോയിന്റും കാണാൻ പറ്റും, ബി എന്ന് പറയുന്ന പോയിന്റും കാണാൻ പറ്റും. ഈ റേഞ്ചറിൽ കൂടി ഇപ്പൊ രണ്ടും കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഈ റേഞ്ചറിനെ ഇത് പ്ലാൻ വ്യൂ ആണ്. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അടിയിലിരിക്കുന്നത് റെഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അടിയിലിരിക്കുന്ന റെഡ് ആണ്. സോ ഇതിന്റെ ഹാഫ് പോർഷൻ എന്താണ്? ആ ഒരു റെഡ് പ്രിസത്തിന്റെ പോർഷൻ. റെഡ് കളർ അല്ല, ഞാൻ ഒന്ന് മനസ്സിലാക്കാനായിട്ട് റെഡിൽ വരയ്ക്കുക. മുകളിലത്തെ പോർഷനിൽ എന്താണ്? ആ യെല്ലോ കളർ പ്രിസത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് ആണ് കാണാനുള്ളത്. ഇങ്ങനെയാണ് നമുക്കിരിക്കുന്നത്. ഇതാ ശ്രദ്ധിച്ചോ. ഇനി ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതാ നോക്കിയേ, എ ബി ഈ ലൈൻ റേഞ്ചർ ഇരിക്കുന്ന പോയിന്റ് ഞാൻ തൽക്കാലം ഒരു പി എന്ന് പറയുന്ന പോയിന്റിലാണ് ലൈൻ റേഞ്ചർ ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ. ഈ പോയിന്റ് ഞാൻ പി എന്ന് പറയാം, മുകളിലേക്ക് വരച്ചിട്ടുണ്ട്. നോക്കി, ഈ ഒരു ലൈൻ റേഞ്ചർ ഇതിന്റെ അതേ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ ബിയിലിരിക്കുന്ന റേഞ്ചിങ് റോഡും എയിലിരിക്കുന്ന റേഞ്ചിങ് റോഡും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എന്താ ഞാനിപ്പോ പറഞ്ഞേ? ഈ ലൈൻ റേഞ്ചർ ഇരിക്കുന്നത് ഇതിന്റെ അതേ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ എനിക്ക് ഇത് രണ്ടും എന്താ ഇങ്ങനെ ഒരേ സ്ട്രെയിറ്റ് ലൈനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരേ സ്ട്രെയിറ്റ് ലൈനിലും മുകളിലും താഴെയും ഇതിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ഈ ബിയിൽ നിന്നുള്ള പ്രകാശവും എയിൽ നിന്നുള്ള പ്രകാശവും റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരി, ഇനി ഇതാ നോക്കിയേ, എനിക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതായത് ബി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയാണ് എനിക്ക് സി എ ലൊക്കേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, തൽക്കാലം ഇവിടെ ബി കാണുന്നില്ല. ബി എന്ന് പറയുന്ന സാധനം ഞാൻ ഇനി കാണുന്നില്ല. ബിയിലുള്ള റേഞ്ചിങ് റോഡിനെ ഞാൻ കാണുന്നില്ല. സിയിലാണ് എനിക്ക് റേഞ്ചിങ് റോഡ് വെക്കാനുള്ളത്. അതാണ് ഇന്റർമീഡിയറ്റ് പോയിന്റ്. നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ റേഞ്ച് ചെയ്യുന്നത്? ആദ്യം എവിടെയോ നിൽക്കുന്നു, സി എവിടെയോ നിൽക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സി ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് വരും അല്ലേ? അല്ലെങ്കിൽ സി ഇവിടെ ആയിരിക്കും, ഇവിടെ നിന്ന് ഇത് പ്ലാൻ വ്യൂ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലേക്ക് മൂവ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, തൽക്കാലം സി ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. സി നിൽക്കുന്നത് ഇവിടെയാണ്. നോക്കി, എയിലെ റേഞ്ചിങ് റോഡ് എനിക്ക് കാണാം. എയിൽ അവിടെ ഉണ്ട്, അതായത് ആ റെഡിൽ ഇവിടെ ഉണ്ട്, റേഞ്ചിങ് റോഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, എയിലത് കാണാം, ബിയിലത് തൽക്കാലം ഇല്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണം? സിയിൽ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇതിന്റെ ലൈറ്റ്, ഈ സിയിൽ വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ ഈ സിയിലെ റോഡ് എനിക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റത്തില്ല. കാരണം എന്താ? സി ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. സോ എനിക്ക് ഇതിൽ കൂടി സിയെ കാണാൻ കഴിയത്തില്ല. സി ഇല്ല ഇവിടെയൊന്നും. സി കുറച്ചുകൂടെ അടുത്തോട്ട് വന്ന് എനിക്ക് ഇതിലൊന്നും കാണാൻ പറ്റില്ല. സി കുറച്ചുകൂടെ അടുത്തോട്ട് വന്ന് എന്നാലും എനിക്ക് കാണാൻ പറ്റില്ല. സി കുറച്ചുകൂടെ അടുത്തോട്ട് വന്ന് കാണാൻ പറ്റില്ല. സി ഈ സ്ലിറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് ചെറുതായിട്ട് സിയെ വിസിബിൾ ആയി തുടങ്ങും. കണ്ടോ? സിയെ എനിക്ക് ചെറുതായിട്ട് വിസിബിൾ ആയി തുടങ്ങി. ഓക്കെ, കുറച്ചുകൂടി അടുത്തോട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? സി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് വിസിബിൾ ആയി, കുറച്ചുകൂടി അടുത്തേക്ക് വിസിബിൾ ആയി.
ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സാക്ട്ലി ആ സ്ട്രെയിറ്റ് ലൈനിൽ സി എത്തി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? താഴെയുള്ള എയുടെ റേഞ്ചിങ് റോഡിന്റെ അതേ പൊസിഷനിൽ എനിക്ക് എന്ത് കാണാൻ പറ്റുന്നു? സിയെ കാണാൻ പറ്റുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നു കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്, അവിടെ റേഞ്ചിങ് റോഡ് അടിച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരേ ലൈനിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ കാണാം. അതേസമയം സി ഇത് കഴിഞ്ഞ് അങ്ങ് അപ്പുറം പോകുമ്പോഴത്തേക്കോ ഇതിങ്ങി വരും, തെറ്റാണ് അല്ലേ? ഇത് വീണ്ടും കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയാലോ ഇങ്ങി വരും, തെറ്റാണ്. ഇതൊക്കെ തെറ്റാണ്. എപ്പോഴാണോ ഇവ ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ, ഈ റേഞ്ചിങ് റോഡുകൾ ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത്, അതാണെന്ത്? കറക്റ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ഇവിടെയും എന്താ പ്രത്യേകത? എയും ബിയും ഇന്റർവിസിബിൾ ആണ്. സോ ഇതിന്റെ പ്രൊസീജിയർ എന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ലൈൻ റേഞ്ചർ എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ശരി, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തുള്ളത്? ഡയറക്റ്റ് റേഞ്ചിങ്ങിലുള്ളത്, ഡയറക്റ്റ് റേഞ്ചിങ്. ഇനി നമുക്ക് നോക്കാം എന്താ, ബോത്ത് ദി എൻഡ് പോയിന്റ്സ് ആർ നോട്ട് ഇന്റർവിസിബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബോത്ത് ദി എൻഡ് പോയിന്റ്സ് ആർ നോട്ട് ഇന്റർവിസിബിൾ. എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതിനിടയിൽ എന്തുണ്ട്? ഒരു ഹില്ലുണ്ട്. സോ ഇവിടെ ഒരു റേഞ്ചിങ് റോഡ്, ഇവിടെ റേഞ്ചിങ് റോഡ് വെക്കുന്നു. ഇതെന്താണ്? ഇന്റർവിസിബിൾ അല്ല. എനിക്ക് ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എങ്ങനെ ചെയ്യും? അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പഠിച്ചു നമ്മൾ? ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ഓക്കെ, ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ഓക്കെ, ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ശരി, എന്താണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്? ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കാനുള്ള കീവേഡ് എന്താണ്? ബോത്ത് ദി എൻഡ് പോയിന്റ്സ് ആർ നോട്ട് ഇന്റർവിസിബിൾ. നോട്ട് ഇന്റർവിസിബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് നോക്കാം. ശരി, ഇതാ ആ പടം തന്നെ ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വരയ്ക്കുക. എ ബി. എയിൽ എന്തുണ്ട്? ഒരു റേഞ്ചിങ് റോഡ് ഉണ്ട്. ബിയിൽ എന്തുണ്ട്? ഒരു റേഞ്ചിങ് റോഡ് ഉണ്ട്. ഓക്കെ, ഇതെന്താണ്? അതിൻ്റെ എലിവേഷൻ ആണ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? അതിൻ്റെ പ്ലാൻ വരയ്ക്കാൻ പോകുന്നു. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ട്? എ ഉണ്ട്. ഇത് പ്ലാൻ ആണേ, ഇത് പ്ലാൻ. എക്ക് കറസ്പോണ്ടിങ് ഇത് എലിവേഷൻ. ടോപ്പിലത് എലിവേഷൻ, ഇത് എലിവേഷനും ഇത് പ്ലാനുമാണ്. നോക്കിയേ, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. എയിൽ നിൽക്കുന്ന ആൾക്ക് ബിയെ കാണാനും പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നോക്കിയേ, ഞാൻ താഴേക്ക് രണ്ട് പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നു. ഇതാ ഇവിടെ ഞാൻ സി എന്ന് പറയുന്ന ഒരു പോയിന്റിനെയും കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ എലിവേഷൻ നോക്കുമ്പോൾ ഈ ഒരു കുന്നിൻ്റെ ഇങ്ങോട്ടൊരു ചരിവില്ലേ, നമ്മുടെ ബോർഡിന് പുറത്തേക്ക് ഒരു ചരിവില്ലേ, ആ ചരിവിൽ എവിടെയോ ഞാൻ രണ്ട് ആൾക്കാരെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, രണ്ട് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. അതാണ് എന്ത്? സിയും ഡിയും. ഈ സിയുടെയും ഡിയുടെയും ഇനിയുള്ള പ്രത്യേകത എന്താണ്? എയിൽ നിന്ന് നോക്കുമ്പോൾ ആരെയൊക്കെ കാണാൻ പറ്റണം? സിയെയും കാണാൻ പറ്റണം, ഡിയെയും കാണാൻ പറ്റണം. പറഞ്ഞു മനസ്സിലായോ? എക്ക് ബിയെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഹില്ലുള്ളത് കൊണ്ട്. പക്ഷേ ഇത് നോക്കി ഇങ്ങോട്ടും ചരിവല്ലേ, അപ്പൊ എന്താ? ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഈ സിയെയും കാണണം, സിന്റെ അടുത്തുള്ള ഡിനെയും കാണണം. ഓക്കെ, ഇവർ മൂന്ന് പേരും എ സി ഡി എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വലി ഇന്റർവിസിബിൾ ആയിരിക്കണം. ഇവ ഇന്റർവിസിബിൾ ആയിരിക്കണം. അതുപോലെ ബിയിൽ നിൽക്കുന്ന ആൾക്ക് ഡിയെയും കാണണം, സിയെയും കാണണം. അതായത് ബി ഡി സി ഇന്റർവിസിബിൾ ആയിരിക്കണം, എ സി ഡി ഇന്റർവിസിബിൾ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയും ഇന്റർവിസിബിൾ ആയിരിക്കണം, ഇങ്ങനെയും ഇന്റർവിസിബിൾ ആയിരിക്കണം. ഓക്കെ, എക്കും ബിക്കും മാത്രമേ തമ്മിൽ കാണാൻ പറ്റാതെ ഉള്ളൂ. ശരി, അതാണ് എന്ത്? ക്രൈറ്റീരിയ. ഓക്കെ, ബിക്ക് ആരെയൊക്കെ കാണാൻ പറ്റണം? ബിക്കും സിയെയും ഡിയെയും കാണാൻ പറ്റണം. അതേസമയം എക്ക് ബിയെ കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ. ഇനി എന്ത് ചെയ്യുന്നു? ഇതാ നോക്കിക്കോ, ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡയറക്റ്റ് റേഞ്ചിങ്ങിന്റെ അതേ മെത്തേഡ് തന്നെയാണ്. സി ഇവിടെ നിന്നിട്ട് എങ്ങോട്ട് നോക്കും? ബിയിലേക്ക് നോക്കും. സി ഇവിടെ നിന്നിട്ട് ബിയിലേക്ക് നോക്കും. എന്നിട്ട് പറയും ഡി ഒരു കാര്യം ചെയ്യ്, മൂവ് ചെയ്ത് ഇവിടെ വന്ന് നില്ല്. നേരത്തെ നമ്മൾ ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്ത അതേ മെത്തേഡ്. ഡി ഇവിടെ എത്തി.
നേരത്തെ നമ്മൾ ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്തില്ല. കാരണം എന്താ, സിക്ക് ഡി എയും കാണാം ബി എയും കാണാം, തമ്മിൽ കണ്ടാൽ എന്താ അതിനെ പറയുന്നവരാണ് ഡയറക്റ്റ് റേഞ്ചിങ് അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, ഡി അവിടെ വന്നു. ഇനി എന്ത് ചെയ്യുന്നു, ഡി ഇവിടെ നിന്നുകൊണ്ട് എയിലേക്ക് നോക്കുന്നു, എയിലേക്ക് നോക്കുന്നു. എന്നിട്ട് ഡി സിന്റെ അടുത്ത് പറയുന്നു, സി ഒരു കാര്യം ചെയ്യും, മുകളിലേക്ക് യാത്ര ചെയ്തതേ ഇവിടെ വന്നില്ല, C1-ലെത്തി. ഓക്കെ ശരി. അപ്പോൾ ഇപ്പൊ എവിടെയൊക്കെ നിൽക്കുന്ന, D1-ലും ആളുണ്ട് C1-ലും ആളുണ്ട്. വീണ്ടും സി എന്ത് ചെയ്യുന്നു, ബിയിലേക്ക് നോക്കുന്നു. ബിയിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ D1-നെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് എവിടെ എത്തുന്നു, ഇതേ D2-ൽ എത്തുന്നു. D2-ലെത്തി. നോക്കിയേ, വീണ്ടും എന്ത് ചെയ്യുന്നു, ഡി ഇവിടെ നിന്നുകൊണ്ട് എയിലേക്ക് നോക്കുന്നു, എയിലേക്ക് നോക്കുന്നു. എന്നിട്ട് D2 എന്ത് പറയുന്നു, സി ഒരു കാര്യം ചെയ്യും, കുറച്ചുകൂടെ മുകളിലേക്ക് വാ, ഇതാ ഇവിടെ എത്തി, C2-ലെത്തി. ഓക്കെ, ഈ പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സിയും ഡിയും റിപ്പീറ്റ് ചെയ്ത് 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 എനിക്കിവിടെ എന്ത് കിട്ടുന്നു, സി എന്ന് പറയുന്ന പോയിന്റും ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റും പ്ലാനിൽ കിട്ടി അല്ലേ. പ്ലാനിൽ എനിക്ക് ഇങ്ങനെ ചെയ്ത് 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 എനിക്ക് പോയിന്റ് കിട്ടി. സോ ഇത് നമുക്ക് എലിവേഷനിൽ എങ്ങനെ കാണിക്കാൻ പറ്റും, ഇതാ ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റും ഇവിടെ ഡി എന്ന് പറയുന്ന, സി എന്ന് പറയുന്ന പോയിന്റും ഡി എന്ന് പറയുന്ന പോയിന്റും നമുക്ക് കിട്ടി. നോക്കിയേ, എൻ്റെ പോയിന്റുകളായ എക്കും ബിക്കും ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, ഇന്റർമീഡിയറ്റ് പോയിന്റുകളായ സിയും ഡിയും എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്, ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറയും. ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ഓക്കെ, വെൻ ദി എൻഡ് പോയിന്റ്സ് ആർ നോട്ട് ഇന്റർവിസിബിൾ വി ആർ ഗോയിങ് ഫോർ ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ഓക്കെ, ഇതാണ് നമുക്ക് റേഞ്ചിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഓക്കെ, റേഞ്ചിങ്ങിനെ കുറിച്ച്. ഇനി ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിൽ ഒരു മെത്തേഡ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റാൻഡം ലൈൻ മെത്തേഡ്. റാൻഡം ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് കൂടി നമുക്ക് നോക്കാണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, മെത്തേഡ്. ഓക്കെ, അതൊന്ന് നോക്കാം. എന്താ ഇത്, ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, വെൻ thick forest is encountered in ranging. ഓക്കെ, തിക് ഫോറസ്റ്റ് എൻകൗണ്ടേർഡ് ഇൻ റേഞ്ചിങ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, റാൻഡം ലൈൻ റേഞ്ചിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. ശരി, അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇതിനിടയിൽ എന്താണ്, തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. സോ ഞാൻ വരയ്ക്കുന്ന പ്ലാനാണ്, പ്ലാൻ വ്യൂ. ഇതിനിടയിലെല്ലാം എന്താ, മരങ്ങൾ നിൽക്കുകയാണ്. ഓക്കെ, മരങ്ങൾ നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിലെല്ലാം. ശരി, നോക്കി ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഇവിടെ നിന്ന് എയിൽ നിന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ബി എ കാണാൻ പറ്റില്ല. എയിൽ നോക്കുമ്പോൾ എനിക്ക് എന്താ, ബി എ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ബിയിൽ നിന്ന് മുകളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതുപോലെ എയിൽ നിന്ന് ഹൊറിസോണ്ടലി ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. ഇത് രണ്ടും കൂടെ പെർപെൻഡിക്കുലർലി മീറ്റ് ചെയ്യുന്നു. ആ പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ബി ഡാഷ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇവയെല്ലാം ഇന്റർവിസിബിൾ ആണ്. അതായത് ബി ഡാഷിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എ കാണാം, ബി ഡാഷിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ബിയും കാണാം. പക്ഷേ എയിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ബി കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എ ബി ഡാഷിൽ ഞാനൊരു ആർബിട്രറി പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഞാൻ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദേ ഇവിടെ ഇങ്ങനെ എന്തോ ആയിരുന്നു നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈൻ. ഇവ ഇന്റർവിസിബിൾ അല്ല, പക്ഷെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. ഇനി ഞാൻ നോക്കിയേ, സിയിൽ നിന്നും ഏതോ ഒരു ലൈൻ ഇങ്ങോട്ട് മാപ്പ് ചെയ്താൽ, ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ബിയിൽ ചെന്ന് ക്രോസ് ചെയ്യാൻ പറ്റും, അതിനെ ചെന്ന് ഇന്റർസെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ലെങ്ത് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ തൽക്കാലം സി പി എന്ന് പറയുന്ന ഒരു ലെങ്ത് ആണ്. ഈ എ ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ആണ് ഡ്രോപ്പ് ചെയ്യാനുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ സി പി എന്ന് പറയുന്ന ലെങ്ത് എനിക്കറിയില്ല. ആ ലെങ്തും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് ആ ലെങ്തിൽ നടന്നിട്ട് അവിടെ ഒരു റേഞ്ചിങ് റോഡ് വെച്ചാൽ റേഞ്ചിങ് ആയി അല്ലേ. പി എന്ന് പറയുന്നത് എന്താ, എക്കും ബിക്കും ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് പോയിന്റ് ആയി. അപ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം എന്ന് പറയുക, സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഇതാ നോക്കിയാൽ നമുക്ക് ഇവിടെ രണ്ട് ട്രയാങ്കിൾ കാണാം അല്ലേ. കൺസിഡർ ട്രയാങ്കിൾസ്. ഏതൊക്കെ ട്രയാങ്കിളാ, എ ബി ഡാഷ് ബി. ഒന്ന് ഏതാണ്, എ ബി ഡാഷ് ബി. എ ബി ഡാഷ് ബി എന്ന് പറയുന്ന ട്രയാങ്കിളും കാണാം. പിന്നെ എന്ത് കാണാം, എ സി പി, ട്രയാങ്കിൾ എ സി പി.
ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതൊരു ട്രയാങ്കിൾ, ഇത് വലുത് അടുത്ത ട്രയാങ്കിൾ. ഓക്കെ, ഇവ രണ്ടും എന്താ നോക്കിയാൽ ഈ ആംഗിൾ സെയിം അല്ലേ, രണ്ട് ട്രയാങ്കിളിന് സെയിം ആണ്. അതുപോലെ ഇത് 90 ഡിഗ്രിയുമാണ്, അതുപോലെ ഇവിടെയും 90 ഡിഗ്രിയാണ്. സോ എന്താണ്, ഇവ സിമിലർ ട്രയാങ്കിൾ ആണ് അല്ലേ. സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമിലാരിറ്റി യൂസ് ചെയ്യാം ബൈ പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി യൂസ് ചെയ്ത് പറഞ്ഞേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ, സി പി ആണല്ലേ. സി പി ഡിവൈഡഡ് ബൈ ബി ഡാഷ് ബി ഈസ് ഈക്വൽ ടു സി പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാ, എ സി ഡിവൈഡഡ് ബൈ എ ബി ഡാഷ്. ഇതാ നോക്കിയേ, ഈ ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് ഈസ് ഈക്വൽ ടു ഈ ലെങ്ത് ഡിവൈഡ് ബൈ ഈ ലെങ്ത്. ഓക്കെ, നോക്കിയേ എ സി എന്ന് പറയുന്ന പോയിന്റ് ഇന്റർവിസിബിൾ ആണ്, നമുക്ക് കാണാം. അതുപോലെ സി ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇന്റർവിസിബിൾ ആണ്, നമുക്ക് കാണാം. അതുപോലെ ബി ഡാഷ് ബിയും ഇന്റർവിസിബിൾ ആണ്, നമുക്ക് കാണാം. ഇവയുടെ എല്ലാം ലെങ്ത് എനിക്ക് അളന്നെടുക്കാൻ പറ്റും. സോ ഈ ഒരു ഇക്വേഷനിൽ ആരൊക്കെയാണ് നോൺ ആയിട്ടുള്ളത്, ആരൊക്കെയാ നോൺ ആയിട്ടുള്ളത്, ഈ ഒരു ഇക്വേഷനിൽ നോൺ ആയിട്ടുള്ള ആരൊക്കെയാ, ബി ബി ഡാഷ് നോൺ ആണല്ലോ. സോ അതെഴുതി, ബി ബി ഡാഷ് നോൺ ആണ്. അതിനുശേഷം ഏതാ, എ സി നോൺ ആണ്. ഓക്കെ, എ സി നോൺ ആണ്. ഇനി ഏതാ നമുക്ക് വേണ്ട, എ ബി ഡാഷും നമുക്ക് അളന്നെടുക്കാൻ പറ്റും. സോ അത് നോൺ ആണ് ഇവിടെ. അപ്പൊ അൺനോൺ ആയിട്ട് ആരേ ഉള്ളൂ, അൺനോൺ എന്ന് പറയുന്ന ആരേ ഉള്ളൂ, സി പി മാത്രമേ ഉള്ളൂ അല്ലേ. സി പി ഈസ് ഈക്വൽ ടു എ സി, എ ബി ഡാഷ് അവിടെ ഉണ്ട്, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ബി ഡാഷ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, സി പി കിട്ടുന്നു അല്ലേ. സി പി എന്ന് പറയുന്ന ലെങ്ത് കിട്ടി. ഇതാ നോക്കിയേ, ഇവിടെ എനിക്ക് സി പി എന്ന് പറയുന്ന ലെങ്ത് ഇവിടെ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. സി പി എന്ന് പറയുന്ന ലെങ്ത് എനിക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഞാൻ 90 ഡിഗ്രി എടുത്തിട്ട് സി പി എന്ന് പറയുന്ന ലെങ്ത് നടന്നിട്ട് ഞാനൊരു പോയിന്റ് പി മാർക്ക് ചെയ്താൽ അത് എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഞ്ചിങ് ചെയ്യുന്നത്. ഓക്കെ, റേഞ്ചിങ് ചെയ്യുന്നത്. ഇത് നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ പഠിച്ച് വെക്കാൻ നിൽക്കണ്ട. ഇതൊരു ഇൻഡയറക്റ്റ് റേഞ്ചിങ് മെത്തേഡ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താ ഇൻഡയറക്റ്റ് മെത്തേഡ്, ബോത്ത് ദി എൻഡ് പോയിന്റ്സ് ആർ നോട്ട് ഇന്റർവിസിബിൾ അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഈ റേഞ്ചിങ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ചെയിനിങ്ങിലേക്ക് തിരിച്ചു പോകുന്നു. ആ ചെയിനിങ്ങിലേക്ക് തിരിച്ചു പോയപ്പോഴത്തേക്ക് ആ ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു അണ്ടുലേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ റേഞ്ച് ചെയ്യും നോക്കിയേ. നേരത്തെയുള്ള സർവേ ലൈൻ നമ്മൾ ചെയ്ത് എങ്ങനെയാണ്, ഇതാണ് എൻ്റെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ലെങ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ലെങ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ചെയിൻ വെച്ചിട്ട് ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി ഇതാ നോക്കിയേ, എൻ്റെ ഗ്രൗണ്ട് സ്ലോപ്പ്ഡ് ഗ്രൗണ്ട് ആണല്ലേ. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു കൺസെപ്റ്റ് ഇതാ ഇവിടെ വരുന്നു. ഓക്കെ, സ്ലോപ്പ്ഡ് ഗ്രൗണ്ട് ആണെങ്കിൽ എങ്ങനെ നമ്മൾ ചെയിൻ ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ സർവേ ചെയ്യും. ഓക്കെ, സർവേയിങ് ഓർ ലീനിയർ മെഷർമെന്റ് ഓൺ സ്ലോപ്പ്ഡ് ഗ്രൗണ്ട്. ഓക്കെ, സ്ലോപ്പ്ഡ് ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാനുള്ളത്, നമ്മൾ അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ എങ്ങനെ ചെയ്യാനുള്ളത്, ഒന്ന് ഓർത്ത് നോക്കിയേ. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, എനിക്കൊരു സ്ട്രൈറ്റ് പോർഷൻ ഉണ്ട്, അതുപോലെ ഒരു സ്ലോപ്പ്ഡ് പോർഷനും ഉണ്ട്. ഈ സ്ലോപ്പ്ഡ് പോർഷൻ്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു സർവേയിങ് എന്ത് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ലൈനുകളാണ്, ഹൊറിസോണ്ടൽ പ്രൊജക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവേയിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് എന്താ വേണ്ടേ, ഈ ലെങ്തുകളാണ് എനിക്ക് വേണ്ടത് അല്ലേ. ഇവിടെ പ്രശ്നമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, D1 എന്ന് പറയുന്ന ഈ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നു, ചെയിൻ വെച്ചെടുക്കുന്നു. ഈ D1 D3 എന്ന് പറയുന്ന ലെങ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ചെയിൻ വെച്ചെടുക്കുന്നു. നോക്കിയേ, ഈ ലെങ്ത് D2 എന്ന് പറയുന്ന ലെങ്ത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, അതാണ് സ്ലോപ്പ്ഡ് ഗ്രൗണ്ടിൽ വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നു. ഇതാ നോക്കിക്കോ, ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ്, എൻ്റെ കയ്യിൽ ഒരു ചെയിൻ ഉണ്ട്. ഞാൻ ആ ചെയിനെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു. ഓക്കെ, ഒരു ചെയിൻ ലെങ്ത് വന്നു. ഓക്കെ, ഒരു ചെയിൻ ലെങ്ത് ഇതാ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ നിൽക്കുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാനിവിടെ നിന്ന് ഇങ്ങനെ ചെയിൻ ലെങ്ത് പിടിച്ചു. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ആ ചെയിനിനെ എനിക്ക് താഴേക്ക് ഒരു പ്ലംബ് ബോബ് വെച്ച് ഗ്രൗണ്ടിലേക്ക് മാർക്ക് ചെയ്യാം.
ഓക്കെ, ആ ചെയിനെ ഞാൻ എന്ത് ചെയ്തു, താഴെ ഗ്രൗണ്ടിലേക്ക് മാർക്ക് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവിടെ നിന്ന് ചെയിൻ പിടിക്കുക. ചെയിൻ ഞാൻ ഇങ്ങനെ പിടിച്ചു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ആ പോയിന്റിൽ ഞാൻ ഗ്രൗണ്ടിലേക്ക് മാർക്ക് ചെയ്യുന്നു, താഴേക്ക്. വീണ്ടും എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഞാൻ ചെയിൻ ഇങ്ങനെ സ്ട്രൈറ്റ് പിടിക്കുന്നു, ഹൊറിസോണ്ടലായിട്ട് പിടിക്കുന്നു. ആ ഒരു പോർഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിലേക്ക് മാപ്പ് ചെയ്യുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെയിൻ പിടിക്കുന്നു. ഇതാ നോക്കിയേ, ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. നോക്കിയേ, ഞാൻ ചെയിൻ ഇങ്ങനെ ചരിച്ച് പിടിക്കുന്നതിന് പകരം, ചരിച്ച് സ്ലോപ്പിൽ പിടിക്കുന്നതിന് പകരം ഞാൻ ഹൊറിസോണ്ടലായിട്ട് കുറച്ച് സ്റ്റെപ്പായിട്ട് ഞാനിതിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ കണ്ടുപിടിച്ചു. ഹൊറിസോണ്ടൽ ലെങ്ത് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയേ. സപ്പോസ് D1, D2, D3, D4. ഈ D1 പ്ലസ് D2 പ്ലസ് D3 പ്ലസ് D4 അല്ലേ നമുക്ക് വേണ്ട ക്യാപിറ്റൽ D2. ക്യാപിറ്റൽ D2 ഈസ് ഈക്വൽ ടു D1 പ്ലസ് D2 പ്ലസ് D3 പ്ലസ് D4. ഓക്കെ, ഇതെല്ലാം കൂടെ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് കണ്ടുപിടിച്ചു. ഇങ്ങനെ സ്ലോപ്പിൽ ഞാൻ ലെങ്ത് കണ്ടുപിടിച്ചാൽ, ഇങ്ങനെ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഈ മെത്തേഡിനെ പറയുന്ന പേരാണെന്ത്, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ചെയിനിങ്. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണെന്ത്, ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ്. നോക്കിയേ, ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫിഗർ എന്താ, കുറച്ച് സ്റ്റെപ്പുകളല്ലേ. സോ സ്റ്റെപ്പായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, മെത്തേഡ് ഓഫ് സ്റ്റെപ്പിംഗ്. ഇതാണെന്ത്, മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും മോസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും അല്ലേ, മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. ശരി, ഇനി നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പിംഗ് ചെയ്യാതെ കുറച്ച് രീതിയിൽ കണ്ടുപിടിക്കാം. അതിനെ പറയുന്ന പേരാണെന്ത്, ഇൻഡയറക്റ്റ് മെത്തേഡുകൾ. ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡുകളാണ്. ഓക്കെ, ഇതാ നോക്കിയേ, ഇതായിരുന്നു എൻ്റെ സ്ലോപ്ഡ് ഗ്രൗണ്ട്. അണ്ടുലേഷൻസ് ഒക്കെ മാറ്റി ഞാൻ ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇത് എൻ്റെ സ്ലോപ്ഡ് ഗ്രൗണ്ടാണ്. ഇതിൻ്റെ ലെങ്താണ് ഞാൻ എടുക്കാനുള്ളത്. ഞാൻ ഇങ്ങനെ എടുക്കരുത്, ഇതെന്താണ്, റോങ് ലെങ്ത് തരും. ഈ ലെങ്ത് L എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് ഞാൻ എടുക്കരുത്, അതെനിക്ക് എന്ത് തരും, റോങ് ലെങ്ത് തരും. പകരം ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആയിട്ടുള്ള D എന്ന് പറയുന്ന ലെങ്താണ് എനിക്ക് വേണ്ടത്. ഓക്കെ, L എനിക്ക്, ഞാനിവിടെ നിൽക്കുക. ഓക്കെ, എൻ്റെ ചെയിൻ വെച്ച് എനിക്ക് എടുക്കാൻ പറ്റുന്ന L എന്ന് പറയുന്ന ലെങ്താണ്. ആ ലെങ്തിന് ഞാൻ എന്ത് ചെയ്യുക, ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതാണ് എന്ത്, എൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് എനിക്ക് ഈ ആംഗിൾ അറിയാം, തീറ്റ ആംഗിൾ അറിയാമെങ്കിൽ ഡി ഒന്ന് പറഞ്ഞ്, ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, കോസ് തീറ്റ എടുത്താൽ പോരെ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സമീപവശം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, സമീപവശം ഡിവൈഡ് ബൈ കർണം. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നു, എനിക്ക് വേണ്ടത് ഏതാണ്, ഡി അല്ലേ. ഡി ഈസ് ഈക്വൽ ടു L കോസ് തീറ്റ. ഇതാ എനിക്ക് അറിയാവുന്ന ഏതായിരുന്നു, L ആയിരുന്നു എനിക്ക് എൻ്റെ കയ്യിലുള്ളത്. ചെയിൻ വെച്ച് ഞാൻ L കണ്ടുപിടിച്ചു. എനിക്ക് അതിനെ ഡിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ആ ആംഗിളിനെ പറയുന്ന പേരെന്താണ്, തീറ്റ ഈസ് കോൾഡ് സ്ലോപ്പ് ആംഗിൾ. ഇതല്ല PSC ചോദിക്കുന്നത്, സ്ലോപ്പ് ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്ത്, സ്ലോപ്പ് ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര്, ആ ഇൻസ്ട്രുമെന്റിനെ പറയുന്ന പേരാണെന്ത്, ക്ലീനോമീറ്റർ. ഓക്കെ, ഈ ക്ലീനോമീറ്റർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മൾ കൊച്ചിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ് ക്ലീനോമീറ്റർ, ഒന്ന് നോക്കുക. ഓക്കെ, ശരി, അപ്പൊ ഇതാണെന്ത്, ഒരു മെത്തേഡ്. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ആംഗിൾ അറിയാവുന്ന മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, അതേ ചരിഞ്ഞ വര. ഓക്കെ, നമ്മൾ അളന്ന അതേ ലെങ്ത് L. എനിക്ക് വേണ്ടത് എന്താണ്, ഡി ആണ് വേണ്ടത്. എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഇവിടെ ഒരു ലെങ്ത് ഉണ്ട്. ആ ലെങ്തിനെ ഞാൻ എന്തെന്ന് പറയുന്നു, H, ഹൈറ്റ് എന്ന് പറയുന്നു. നേരത്തെ എനിക്ക് തീറ്റ നോൺ ആയിരുന്നു, ഇവിടെ നോൺ എന്താണ്, ഹൈറ്റ് ഡിഫറൻസ്. രണ്ട് പോയിന്റുകൾ തമ്മിൽ, അവയുടെ ഇടയിലുള്ള ഹൈറ്റ് ഡിഫറൻസ് അറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡി കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മുടെ മട്ടത്രികോണങ്ങളുടെ റിലേഷൻ ആയിട്ടുള്ള പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി അല്ലേ. എന്താ പൈതഗോറസ് തിയറം പറയുന്നത്, കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ അല്ലേ. L സ്ക്വയർ ഈസ് ഈക്വൽ ടു D സ്ക്വയർ പ്ലസ് H സ്ക്വയർ. എനിക്ക് കണ്ടുപിടിക്കാനുള്ള ആരാണ്, ഡി അല്ലേ. സോ ഡിയെ മാത്രം അവിടെ ഇടുക. D സ്ക്വയർ ഈസ് ഈക്വൽ ടു L സ്ക്വയർ മൈനസ് H സ്ക്വയർ. കണ്ടുപിടിക്കാനുള്ള ഡി ആണോ അല്ലേ. സ്ക്വയർ മാറാനായിട്ട് ഞാൻ എന്ത് ചെയ്യുക, അപ്പുറവും ഇപ്പുറവും റൂട്ട് എടുക്കുക. D ഈസ് ഈക്വൽ റൂട്ട് ഓഫ് L സ്ക്വയർ മൈനസ് H സ്ക്വയർ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടി,
ഇത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടി? പ്രൊജക്ഷൻ കിട്ടി. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ അല്ലേ സർവേയിങ്. എല്ലിനെ മാറ്റി ഞാൻ എന്താക്കി? ഡി ആക്കി. ഇനി ലാസ്റ്റ് മെത്തേഡ്, ഒരു മെത്തേഡും കൂടെ നമുക്ക് നോക്കാം. ലാസ്റ്റ് മെത്തേഡ് സി എന്ന് പറയുന്ന മെത്തേഡ് ഹൈപ്പോട്ന്യൂസ് അലോവൻസ് മെത്തേഡ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ഹൈപ്പോട്ന്യൂസ് അലോവൻസ് അതെന്താ സംഭവം? ഹൈപ്പോട്ന്യൂസ് അലോവൻസ് ശരി, ഇതെങ്ങനെ നോക്കി? എനിക്കൊരു ലെങ്ത് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ഈ ലെങ്ത് എല്ലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ വേണം ഞാൻ എടുക്കാനുള്ളത്. ഈ തീറ്റ എനിക്കറിയാം. ഈ തീറ്റ അറിയാമെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് കാൽക്കുലേഷൻ വെച്ച് കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ വെച്ച് കണ്ടുപിടിക്കാതെ ഗ്രൗണ്ടിൽ തന്നെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ് ഞാൻ നോക്കാൻ പോകണം. നോക്കിയേ, ഇവിടെ നിന്ന് ഞാനൊരു ചെയിൻ ഇട്ടു. ഇവിടം വരെ എത്തിയപ്പോൾ എനിക്കൊരു ചെയിൻ വന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് എഴുതാം. നോക്കി, ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? അവിടെ ഒരു ചെയിൻ ഇട്ടു. ഇത്രയാണ് എൻ്റെ ഒരു ചെയിനിൻ്റെ നീളം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെയിൻ നമുക്ക് തരുന്ന നീളം എന്താ? ഇത്രയും നീളമാണല്ലേ. നമ്മൾ ഇതുവരെ ചെയിൻ ഇടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ശരിക്കും ഇത്രയും നീളമാണ്. ഞാൻ അതിന് മേലിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നീളമാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇത്രയും നീളമാണ് കിട്ടിയത്. ഉദാഹരണത്തിന് ഇതിപ്പോൾ 30 മീറ്ററിൻ്റെ ചെയിൻ ആണെന്ന് വെച്ചോ. 30 മീറ്ററിൻ്റെ ചെയിനാണ്. അപ്പോൾ ഞാൻ എത്ര എൻ്റെ ബുക്കിൽ എഴുതണേ? എൻ്റെ ബുക്കിൽ ഞാൻ ആദ്യത്തെ വാല്യൂ 30 എന്ന് എഴുതി. 30 എന്ന് എഴുതി. ഇതാ നോക്കിയേ, ഈ 30 മീറ്റർ ചെയിൻ ശ്രദ്ധിക്കണേ. ഈ 30 മീറ്റർ ചെയിൻ തരുന്ന ശരിക്കുള്ള അളവ് 30-നേക്കാൾ ചെറിയൊരു അളവായിരുന്നു അല്ലേ? ഈ 30-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒറിജിനൽ അളവ് എത്ര? അത് കണ്ടുപിടിക്കാൻ ഈ 30-നെ ഞാൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ആ ഒരു ചെയിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഈ ഒരു ലെങ്ത് ആണ് ശരിക്കും എത്ര? 30 എന്ന് പറയുന്നത്, 30 മീറ്റർ. ഓക്കെ, ഈ ഒരു ലെങ്ത് ആണ് ശരിക്കും 30 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 30 മീറ്റർ എന്നെൻ്റെ ബുക്കിൽ എഴുതുന്നത് ശരിക്കും ഈ ഒരു പ്രൊജക്ഷൻ്റെ ലെങ്ത് അല്ല. പകരം എന്താണ്? ഈ ഒരു പ്രൊജക്ഷൻ്റെ ലെങ്ത് ആണ് അവിടെ ഞാൻ 30 എന്ന് എഴുതിയത്. മനസ്സിലായോ? ഓക്കെ, 30 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? വീണ്ടും ഞാൻ ചെയിൻ ഇടണം. വീണ്ടും ചെയിൻ ഇടാൻ നേരത്തെ എന്ത് ചെയ്യുക? ചെയിൻ എടുത്തുകൊണ്ട് ഈ പോർഷനിൽ ഞാൻ ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഞാൻ ഓൾറെഡി ഇത്രയും പോർഷൻ ഞാൻ അളന്നു കഴിഞ്ഞു. സോ രണ്ടാമത്തെ ചെയിൻ ഞാൻ എവിടെ ഇട്ടാൽ മതി? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ചെയിൻ ഇവിടെ തീരുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ ഞാനിങ്ങനെ ചെയിൻ ഇട്ടു. നേരത്തെ മനസ്സിലാവാത്തവരൊന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇങ്ങനെ ഞാൻ ചെയിൻ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ചെയിനിനെ ഞാൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഒരു പോർഷൻ ഞാൻ മേലിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ ഒരു ലെങ്താണ് എന്ത്? വീണ്ടും 30 മീറ്റർ. ഓക്കെ, ഇതാണ് എന്ത്? വീണ്ടും എന്ത് ചെയ്യുക? ഇവിടെ അടുത്ത് ഇനി കണ്ടിന്യൂ ആവുന്നുണ്ടെങ്കിൽ ചെയിൻ ഇവിടെ ഇട്ട് തുടങ്ങിയാൽ മതി. ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഫീൽഡിൽ തന്നെ ഹൈപ്പോട്ന്യൂസ് അലവൻസ് കൊടുത്ത് പോകാൻ പറ്റും. ഓക്കെ, ഈ ഒരു മെത്തേഡ് കൂടി ഉണ്ടെന്ന് പഠിക്കുക. ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൻ്റെ മെത്തേഡിൻ്റെ പേരൊന്ന് പഠിച്ചു വയ്ക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്ലോപ്പിൽ ലെങ്ത് അളക്കുന്ന ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൻ്റെ പേരെന്താണ്? ഹൈപ്പോട്ന്യൂസ് അലോവൻസ് മെത്തേഡ്. ഓക്കെ, ഹൈപ്പോട്ന്യൂസ് അലോവൻസ് മെത്തേഡ്. ഓക്കെ, ശരി. ഇത്രയുമാണ് എന്ത്? നമുക്ക് ചെയിനിങ്ങിലെ ഗ്രൗണ്ടിൽ മീറ്റ് ചെയ്ത റിയാലിറ്റികൾ ഇതൊക്കെയാണ്. ഈ ഒരു മീറ്റ് ചെയ്ത റിയാലിറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ചെയിൻ വെച്ചിട്ട് അളവെടുത്തു. ഈ അളവുകൾ കൊണ്ടുപോയി നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇററുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഇററുകളെ നമ്മൾ എന്ത് ചെയ്യണം? എഞ്ചിനീയറിംഗ് സ്കില്ല് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യണം. അങ്ങനത്തെ ഇററുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ കാൽക്കുലേഷൻ എന്തൊക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാനുള്ളത്. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ. ARC, the Gate Kochi Hub of Kerala.